സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ഏറെ ബഹുമാന്യനായിട്ടുള്ള കെ സുരേന്ദ്രൻ അവർ മുഖ്യപ്രഭാഷണം നടത്തുന്ന നമ്മളെല്ലാം പ്രിയങ്കരിയായിട്ടുള്ള ബഹുമാനിയായ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഇവിടെ പങ്കെടുക്കുന്ന ഏറെ ബഹുമാനനായിട്ടുള്ള നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീമാൻ ഗോപകുമാർ അടക്കമുള്ള ഏറെ ബഹുമാന്യരെയും പ്രിയമുള്ളവരും, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് കായംകുളത്ത് നടത്തുന്ന ജനമുന്നേറ്റ സദസ്സ് നമ്മുടെ നാടാകെ ശ്രദ്ധയാകർഷിക്കുന്ന പരിപാടിയായി മാറുകയാണ്. ഏറെ സന്തോഷവും അഭിമാനവും നമുക്കുണ്ടാകുന്ന നിമിഷമാണ് ഈ നിമിഷം. ആ സന്തോഷത്തിനുള്ള കാരണം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഈ ജനമുന്നേറ്റ സദസ്സിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പുതിയതായി അംഗത്വം സ്വീകരിക്കുന്ന 218 പേരാണ് പുതിയതായി ബിജെപിയിലേക്ക് അംഗത്വം എടുത്തത്. സംസ്ഥാന പ്രസിഡന്റും ബഹുമാനപ്പെട്ട ഉപാധ്യക്ഷനും എല്ലാം പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായി ഇവിടെ 1000-ഓളം പേർ പങ്കെടുക്കേണ്ടതാണ്. പക്ഷേ ബിജെപിയുടെ സജീവ പ്രവർത്തകരല്ലാതെ ഇതിനകത്ത് പങ്കെടുക്കുന്ന 90% പേരും പുതിയ അംഗങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കായംകുളത്തെ വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ പങ്കെടുക്കുന്ന 90% പേർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ 25 വർഷക്കാലങ്ങളായി കായംകുളം മണ്ഡലം തുടർച്ചയായി ഇടതുപക്ഷം MLA ആയ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് കായംകുളം മണ്ഡലം. അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP ഇവിടെ 2ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. UDF-മായി വെറും 1000 വോട്ട് വ്യത്യാസം മാത്രമാണ് BJPയും UDF-യുമായി. CPM 3ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. നമ്മുടെ മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിൽ BJP 1ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. അതൊരു ചരിത്രമാണ്. അത് സംസ്ഥാനത്ത് BJPയുടെ വളർച്ചയുടെ ചരിത്രമാണ്. ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ BJPക്കുണ്ടായ വളർച്ച നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 20%-ലധികം വോട്ടുള്ള ഒരു പാർട്ടിയാക്കി BJPയെ മാറ്റുവാൻ ഇന്നത്തെ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് കായംകുളത്തും BJPക്ക് ഇത്ര വലിയ വളർച്ച ഉണ്ടായിട്ടുള്ളത്. ഈ 218 എന്നുള്ളത് തുടക്കം മാത്രമാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ആയിരക്കണക്കിന് പേർ പുതിയതായി BJPയിലേക്ക് എത്താൻ പോവുകയാണ് കായംകുളത്ത്. ഇവിടെ ഇതിനുശേഷം പത്തിയൂർ പഞ്ചായത്ത് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമാണ് കഴിഞ്ഞ 22 വർഷക്കാലങ്ങൾ. പിന്നീട് DYFയുടെ മേഖലാ സെക്രട്ടറി ആയിട്ടുള്ള സമീർ അടക്കം, CPM-ന്റെ 3 ബ്രാഞ്ച് സെക്രട്ടറിമാർ, 4 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, മൊത്തം 49 പാർട്ടി അംഗങ്ങൾ പുതിയതായി ഈ യോഗത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. CPM-ന്റെ നമുക്കെല്ലാം ഏറെ അഭിമാനമാണ്. ഓരോ പഞ്ചായത്തിൽ ദേവികുളകരയിൽ നിന്നും മാത്രം 96 പേർ ഈ യോഗത്തിലേക്ക് വന്നിട്ടുണ്ട്. പുതിയതായി 96 പേർ ദേവികുളകര പഞ്ചായത്തിൽ നിന്ന് മാത്രം. കായംകുളം ടൗണിൽ നിന്നും പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയും പാർട്ടിയുടെ കായംകുളം മുനിസിപ്പൽ ചെയർപേഴ്സണുമായിട്ടുള്ളവർ നാട്ടിൽ നിന്നും ചേരാവള്ളിയിൽ നിന്നും മാത്രം 49 പേർ ചേരാവള്ളിയിൽ നിന്നും മാത്രം ഈ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. പത്തിയൂരിൽ നിന്നും 62 പേരുണ്ട്. അതുപോലെ ഒരു 2 വാർഡിൽ നിന്ന് മാത്രമുള്ളവരെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അത് മൊത്തം 19 വാർഡാണ്. 2 വാർഡിൽ നിന്ന് മാത്രമേ ഉള്ളവരെ നമ്മൾ എത്തിച്ചിട്ടുള്ളൂ. കണ്ടല്ലൂരിൽ നിന്നും 46 പേർ, കണ്ടല്ലൂർ ചുമതലക്കാരുണ്ട്, 46 പേർ പുതുതായി പാർട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ മൊത്തം 218 പേർ. കോൺഗ്രസിൽ നിന്നും 27 പേർ ഈ പാർട്ടിയിലേക്ക് പുതുതായി എത്തിയത്. മറ്റ് രാഷ്ട്രീയ പാർട്ടി, കേരള കോൺഗ്രസ് അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മൊത്തം 218 പേർ പുതിയതായി പാർട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിന്റെ സൂചനയാണ് കേരളത്തിൽ അടുത്ത് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉറപ്പിക്കാൻ സാധിക്കും, നമ്മൾ ഈ മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകൾ പിടിച്ചിരിക്കും. അത് കൃത്യമാണ്.
ചെട്ടുകുളങ്ങര പഞ്ചായത്ത്, ഞാൻ പഞ്ചായത്തിന്റെ പേരെടുത്ത് തന്നെ ഇവിടെ പറയുകയാണ്. ചെട്ടുകുളങ്ങര പഞ്ചായത്ത്, പത്തിയൂർ പഞ്ചായത്ത്, ദേവുകുളങ്ങര പഞ്ചായത്ത്, കൃഷ്ണപുരം പഞ്ചായത്ത്. ഇത് പിടിക്കാൻ ശേഷിയുള്ളവരാണ് ഈ കായംകുളത്തെ BJP നേതൃത്വം. പാലമറ്റത്ത് വിജയകുമാറും പാറയിൽ രാധാകൃഷ്ണനും മഠത്തിൽ ബിജുവും കൃഷ്ണകുമാറും അടക്കമുള്ളവർ ഒറ്റക്കെട്ടായി നമ്മൾ ഒറ്റ മനസ്സോടുകൂടി ഇവിടുത്തെ BJP പ്രവർത്തകർ പ്രവർത്തിച്ചാൽ നമുക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കായംകുളത്തെ കേരളത്തിൽ ജയിക്കാൻ പോകുന്ന 10 മണ്ഡലങ്ങളിൽ ഒന്നായി കായംകുളത്തെ മാറ്റാൻ നമുക്ക് സാധിക്കും. അതിനുള്ള എല്ലാ സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ മാത്രം മതി. അതിനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആദ്യമായിട്ടാണ് കായംകുളത്ത് സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന ഉപാധ്യക്ഷയും ഒരുമിച്ച് ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നത്. എനിക്ക് അടുത്ത കാലത്തൊന്നും പങ്കെടുത്ത് കാണില്ല. ഇത് അത്രയേറെ പ്രാധാന്യം ഈ യോഗത്തിനുണ്ട്. അത്രയേറെ പിന്തുണയാണ് ഇവർ രണ്ടുപേരും നമുക്ക് നൽകുന്നത്. ഈ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കായംകുളം, ഈ ആലപ്പുഴയിൽ, കേരള സംസ്ഥാനം ഒട്ടാകെ നമുക്ക് നമ്മുടെ താമര പതാക ഉയർത്തുവാൻ സാധിക്കും. യാതൊരു സംശയവുമില്ല. അന്നേരം നമുക്ക് ഒറ്റക്കെട്ടായി നമ്മുടെ പാർട്ടിയിലേക്ക് വരും കാലങ്ങളിൽ ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ തന്നെയായിരിക്കും CPM കേരളത്തിലും ഉണ്ടാകുന്നത്. അതിന്റെ ഒരു സൂചനയാണിത്. അതെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ ഞങ്ങളൊരു 300 പേരെയാണ് മൊത്തം എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ബഹുമാനപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാരേട്ടൻ കഴിഞ്ഞ 2 ദിവസക്കാലം മുമ്പാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഡേറ്റ് ജില്ലാ പ്രസിഡന്റ് നമുക്ക് തന്നത്. കഴിഞ്ഞ 2 ദിവസക്കാലം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ 300 പേരെ എത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. 2 ദിവസക്കാലങ്ങൾ കൊണ്ട് രാത്രി എന്ന് പകലുന്നില്ലാതെ എന്നോടൊപ്പം ബഹുമാനപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് എന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കിവിടെ 218 പേരെ എത്തിക്കാൻ സാധിച്ചത്. അന്നേരം ഇതിനെല്ലാം ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും തന്ന BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ യോഗത്തിന്റെ ഉദ്ഘാടകനും സംസ്ഥാന അധ്യക്ഷനുമായ ഏറെ പ്രിയപ്പെട്ട ശ്രീ കെ സുരേന്ദ്രൻ, നമ്മുടെ രാഷ്ട്രീയത്തിന്റെ NDA രാഷ്ട്രീയത്തിന്റെ BJP രാഷ്ട്രീയത്തിന്റെ നമ്മുടെ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഈ ആലപ്പുഴ പാർലമെന്റിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ വാങ്ങി വലിയ മുന്നേറ്റം സാധിക്കാൻ നടത്തിയ രാഷ്ട്രീയ പെൺസിംഹം ശ്രീ ശോഭ സുരേന്ദ്രൻ, ശ്രീ സംസ്ഥാന സമിതി അംഗം ശ്രീ ബിപിൻ സി ബാബു, നമ്മുടെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ വിമൽ രവീന്ദ്രൻ, ശ്രീ അരുൺ അനിരുദ്ധൻ, സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ശ്രീ പാലമറ്റത്ത് വിജയകുമാർ, പാറയിൽ രാധാകൃഷ്ണൻ, ശ്രീ മഠത്തിൽ ബിജു, ശ്രീ രമേശ് കൊച്ചുമൊഴി, ശ്രീ വിനോദിനി ചേച്ചി, കൃഷ്ണപുരം ചിറ്റോളങ്ങര മണ്ഡലം പ്രസിഡന്റ് ശ്രീ മോനിഷ, ശ്രീ അഡ്വക്കേറ്റ് നിഷ, ശ്രീ ഗീത രാജേഷ്, ശ്രീ സരസ്വതി, ശ്രീ രമേശ് കൊച്ചുമൊഴി, മറ്റ് ഇവിടെ ഇരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യകർത്താക്കളെ, കായംകുളം നിയോജക മണ്ഡലത്തില് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് കായംകുളം നിയോജക മണ്ഡലത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി വിജയിച്ച മണ്ഡലം, NDAക്ക് കിട്ടിയ വോട്ട് 48,775 വോട്ട് മേടിച്ച മണ്ഡലമാണ് കായംകുളം നിയോജക മണ്ഡലം. യഥാർത്ഥത്തില് നമ്മുടെ ശക്തിദുർഗങ്ങളായ 2 ബൂത്തിലെ വോട്ടുകൾ കൂടി എണ്ണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസും CPM-ഉം NDAക്ക് പിന്നിലാണ് കായംകുളം നിയോജക മണ്ഡലത്തിൽ. യഥാർത്ഥത്തില് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ തന്നെയാണ് കായംകുളം നിയോജക മണ്ഡലത്തില് 1ാം സ്ഥാനം എടുത്തിരിക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് കായംകുളം നിയോജക മണ്ഡലമാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ 34,000 വോട്ടുകൾ വാങ്ങിച്ച് ആലപ്പുഴ ജില്ലയിൽ 1ാം സ്ഥാനം എത്തിയ മണ്ഡലവും ഏതാണ് എന്ന് ചോദിച്ചാൽ കായംകുളം നിയോജക മണ്ഡലമാണ്. ഇവിടെ നമ്മുടെ പുതിയതായിട്ട് നിരവധികളായ ആൾക്കാർ നമ്മളോട് പാർട്ടിയിലേക്ക് ചേരുന്നതിന് മുമ്പ് സുരക്ഷിത കരങ്ങളിലാണോ എന്നൊരു സംശയത്തിൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവർക്കുണ്ടായിട്ടുണ്ട്. ആദർശപരമായി എതിര് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒരു പുരുഷായുസ് മൊത്തം പ്രവർത്തിച്ചുകൊണ്ട് അവസാന കാലഘട്ടത്തില് NDAയുടെ ആദർശത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം വരുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഉറപ്പെന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിലാണ് കായംകുളത്ത് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് ഞാൻ പറയാനുള്ളത്.
ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അനീതി കണ്ടു വളർന്നവരാണ് ഈ മുന്നിലിരിക്കുന്ന ആൾക്കാർ. ഇവിടെ ബിപിൻ സി ബാബു സൂചിപ്പിച്ചിരുന്നു, 49 വാർഡുകളിലാണ് നമ്മൾ സ്ഥാനാർത്ഥികളായി പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളുമായി വാർഡുകളിൽ മത്സരിപ്പിച്ചത്. 21 മെമ്പർമാർ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തുകളിലുമായി. 4 പഞ്ചായത്തുകളിൽ ഭാരതീയ ജനതാ പാർട്ടി NDA പ്രതിപക്ഷമാണ്. 48 വാർഡുകളിൽ മൊത്തം 69 വാർഡുകളില് NDAക്ക് ക്ലെയിം മെജോറിറ്റിയായി 5 വർഷം മുമ്പ് തന്നെ കായംകുളം നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ 4 മാസം കൊണ്ട് 3.5 മാസക്കാലം കൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് 371 പേരാണ് കഴിഞ്ഞ ഒരു 3.5 മാസക്കാലമായിട്ട് കായംകുളം നിയോജക മണ്ഡലത്തിലെ പാർട്ടിയിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 5 വർഷം കൊണ്ട് അടുത്ത ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഏകദേശം ഈ ഒരു 10 മാസം 11 മാസം കൂടി മാത്രമേ ഉള്ളൂ നമ്മളുടെ മുന്നില്. നമ്മളെ പഞ്ചായത്തുകൾ സൂചിപ്പിച്ചു. അതിനകത്ത് ഒരു പഞ്ചായത്ത് ബിപിൻ സി ബാബു വിട്ടുപോയി, കണ്ടല്ലൂർ പഞ്ചായത്ത്. കണ്ടല്ലൂർ പഞ്ചായത്തിന്റെ ചരിത്രം തിരുത്തി കുറിക്കുന്ന വിജയമായിരിക്കും ഈ പ്രാവശ്യം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുമ്പോൾ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അവരുടെ കാര്യകർത്താക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. കൃഷ്ണപുരം പഞ്ചായത്തിലും ചെട്ടമംഗല പഞ്ചായത്തിലും പ്രതിപക്ഷമാണ്. മോണിസ് ഇവിടെ ഇരിപ്പുണ്ട്. ദേവികുളങ്ങര പഞ്ചായത്തില് ഒക്കെ പ്രതിപക്ഷമായി ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും മെമ്പർമാർ അവർ ചെയ്യാൻ പറ്റുന്ന, പൊതുജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് കായംകുളം നിയോജക മണ്ഡലത്തിൽ ഈ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. ഉറപ്പ് ഞാൻ പറയുന്നു, നമുക്കും നാളെയുടെ പ്രഭാതം അത് BJPയുടെ പ്രഭാതമാണ്. നാളെയുടെ പ്രഭാതം നമ്മൾ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ പ്രത്യേകം സൂചിപ്പിക്കേണ്ടതുണ്ട്. വർഷങ്ങളായിട്ട് രാഷ്ട്രീയ അടിമത്തത്തിൽപ്പെട്ട, മാറാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ നല്ല ഒരു സുപ്രഭാതമാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൂടെ ഉണ്ടാകാൻ പോകുന്നത് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കായംകുളം നിയോജക മണ്ഡലത്തില് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ കൊടി വെച്ച കാലം സഞ്ചരിക്കുന്ന MLA ഇവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും വേണ്ട. വിവിധ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരും അതോടൊപ്പം തന്നെ നമ്മുടെ മെമ്പർമാരും ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള BJPയുടെയും താമര ചിഹ്നത്തിലും NDAയുടെയും ചിഹ്നത്തിൽ വിജയിച്ചു വരുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ കായംകുളം നിയോജക മണ്ഡലത്തിൽ ഉണ്ടാകാൻ പോകുന്നത് കൂടി ഞാൻ ഓർമ്മപ്പെടുത്താൻ പോവുകയാണ്. ഞാൻ അധികം നിങ്ങൾ കേൾപ്പിക്കുന്നില്ല. നിരവധിയായ ആൾക്കാർ സംസാരിക്കുമ്പോൾ 1 മണിക്കൂറോളം ഏകദേശം താമസിച്ചാണ് ഈ യോഗം തുടങ്ങിയത്. കഴിഞ്ഞ 2-3 ദിവസക്കാലമായി ഇതുമായി ബന്ധപ്പെട്ട് നിരവധികളെ ബിപിൻ സി ബാബു നമ്മുടെ പാർട്ടിയുടെ സംവിധാനത്തിലേക്ക്, ദേശീയതയിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഒരു 4-5 വർഷക്കാലമായിട്ട് NDAക്കും BJPക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ബിപിൻ സി ബാബു. പല പ്രശ്നങ്ങളുണ്ട്. കട്ടപ്പന പഞ്ചായത്തിലുമൊക്കെ അദ്ദേഹം സംഘർഷ സ്ഥലങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കും. അത് തുടങ്ങിയ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരുപക്ഷെ ഉള്ള പല വിഷയങ്ങളും, പോലീസ് സ്റ്റേഷൻ കേസുകളും മറ്റു കേസും ഒരു സൈഡിൽ വരുമ്പോൾ ചെറിയ ബിപിൻ സി ബാബു മറുവശത്ത് നിൽക്കാറുണ്ട്. അപ്പൊ പോലീസ് സ്റ്റേഷനിലൊക്കെ ഞങ്ങൾ ബിപിൻ സി ബാബുവിനെ പറ്റി അത്തരത്തിൽപ്പെട്ട നെറുകേട് കാണിക്കപ്പെടുന്ന വ്യക്തിയാണ് എന്ന് തുറന്നു പറയുകയാണ്. വേറൊന്നും തോന്നരുത്. ഞങ്ങൾ അത്തരത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ അവതരിപ്പിക്കാറുണ്ട് ഇവിടെ കിട്ടുന്ന സ്ഥലങ്ങളിലല്ല. അദ്ദേഹം സംഘർഷത്തിലിരിക്കുന്ന പല വീഡിയോകളും എന്റെ മൊബൈലിൽ ഇപ്പോഴും ഉണ്ട്. ഇത് പറയുന്നതുകൊണ്ട് വേറൊന്നുമില്ല. പക്ഷെ അദ്ദേഹം അത്രത്തോളം ഞാനത് പറയാനുണ്ടാകുന്ന കാരണം അത്രത്തോളം ആത്മാർത്ഥമായി ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് വന്ന ഒരു വ്യക്തി. അദ്ദേഹം ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് കേട്ട നെറുകേടുകൾ, അദ്ദേഹം അങ്ങനെ 32 വയസ്സ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു. അദ്ദേഹം കൗൺസിലർ ആവുന്നു. 10-15 വർഷക്കാലമായിട്ട് വിവിധ ചുമതലകൾ പാർലമെന്റ് അടിസ്ഥാനത്തിൽ വിജയിച്ചു വരുന്ന ആ വ്യക്തി, ആ പാർട്ടി കാണിക്കുന്ന നെറുകേടാണ് സാധാരണക്കാരായ ആൾക്കാരോട് ആ പാർട്ടി കാണിക്കുന്നത്. ഇതൊരിക്കലും അവരിനി ഒടേതമ്പരാൻ വിചാരിച്ചാൽ പോലും ആ പാർട്ടിയിൽപ്പെട്ട അണികളെ പിടിച്ചു നിർത്തുവാൻ ഒരിക്കലും സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. എത്രത്തോളം ആൾക്കാരെ മാറ്റി നിശ്ചയിച്ചാലും പുതിയ എത്രത്തോളം ആൾക്കാർ വന്നാൽ പോലും ആ പ്രസ്ഥാനത്തിൽപ്പെട്ടവർ തകർന്ന് മണ്ണടിഞ്ഞു പോകുന്ന കാഴ്ച നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്ന ഈ പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രിയെ കിട്ടുമോ, ഒരു MLA കിട്ടുമോ, നിങ്ങൾ ചെയർമാൻ ആവുമോ എന്നൊക്കെ ചോദിക്കാൻ പോകുന്ന ആൾക്കാരോട് പറയാം. അതേ ചോദ്യങ്ങൾ കേട്ട തലമുറയ്ക്ക് ആ മുഖ്യമന്ത്രിയെ കൂടി കണ്ടുകൊണ്ട് മാത്രമേ നമ്മൾ ഇവിടെ നിന്ന് പോകൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ തലമുറ നമ്മൾ അധികാരത്തിൽ കയറുന്നത് കാണുവാനും സാധിക്കും.
ഏറ്റവും കൂടുതൽ വിമർശനം ഒരു പാർട്ടിയെ പറ്റി വിമർശിക്കുന്ന സമയത്ത്, സംസ്ഥാന അധ്യക്ഷനെ പറ്റി വിമർശിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എവിടെയാണോ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത്, എവിടെയാണോ ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്നത്, ആ വ്യക്തിക്ക് നേരെ വീഴുന്ന ക്രൂരമ്പുകൾ അത് തീർച്ചയായിട്ടും ആ വ്യക്തി നേരായ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷന് നേരെ കുറച്ച് നാളുകളായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ. നമ്മൾ ആലോചിക്കണം, നമ്മുടെ പാത ശരിയാണ്, നമ്മുടെ അധ്യക്ഷൻ നേരായ പാതയിലാണ്, നമ്മുടെ നേതൃത്വം ശരിയായ പാതയിലാണ് എന്നുള്ളതിന്റെ സൂചനയാണ് അത്തരത്തിൽപ്പെട്ട ആരോപണങ്ങൾ. അതിലേക്ക് അതിജീവിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാനായി ഏറെ പ്രിയപ്പെട്ട ശ്രീ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. ജയ് ഹിന്ദ്. ചേട്ടാ ഇവിടെ ചേട്ടാ അരഞ്ചി സാർ ഇവിടുന്ന് വരണം. അപ്പുറത്ത് പോയാൽ പറ്റില്ല. ഭാരത് മാതാ കി ജയ്. ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ കായംകുളം മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ്, പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവർ, ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള അരുൺ അനിരുദ്ധൻ, വിമൽ രവീന്ദ്രൻ, ശ്രീ ബിപിൻ സി ബാബു, വേദിയിൽ ഉപേക്ഷിച്ചായിരിക്കുന്ന മറ്റ് ബഹുമാന്യരായിട്ടുള്ള നേതാക്കളെ, ഇവിടെ ഇന്ന് പുതുതായി ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുന്ന CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ശ്രീ സക്കീർ ഹുസൈൻ ഉൾപ്പെടെ 218ഓളം പഴയ സഖാക്കളെ, പുതിയ BJP പ്രവർത്തകരെ, നല്ലവരായ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, കോൺഗ്രസിൽ നിന്നും മറ്റ് പാർട്ടികളിൽ നിന്നും പുതുതായി പാർട്ടിയിലേക്ക് ചേരുന്ന പുതിയ സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, മാധ്യമപ്രവർത്തകരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീ ബിപിൻ സി ബാബു BJP ചേർന്നപ്പോ ചില ആളുകൾ ഇവിടെ ഒരു കേക്ക് മുറിച്ചിരുന്നു അല്ലേ? ഞാൻ പത്രത്തിൽ ടിവിയിലൊക്കെ കണ്ടിരുന്നു. ഞാൻ അവരോട് പറയുകയാണെങ്കിൽ ഒരു 218 കേക്ക് നിങ്ങൾ റെഡിയാക്കി വെച്ചോളൂ. ഇന്നത്തെ 218 കായംകുളത്തും ആലപ്പുഴയിലുമുള്ള എല്ലാ ബേക്കറികളിലും കേക്കിന് ഇനിയും ധാരാളം
ഓർഡറുകൾ കിട്ടും എന്നുള്ളതാണ് ആലപ്പുഴയിലെയും കായംകുളത്തിലെയും രാഷ്ട്രീയം വിലയിരുത്തുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യം. ബിപിൻ സി ബാബു ബിജെപിയിൽ ചേർന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ സ്ത്രീ പീഡന കേസ് വന്നു. എന്തായാലും സക്കീർ ഹുസൈൻ അത് വരാൻ സാധ്യതയില്ല, കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെയാണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത്. പക്ഷേ ബാക്കി 217 പേർക്കും ഇനി എന്തൊക്കെ കേസുകളാണ് വരാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. ഞാൻ ഒരു കാര്യം പുതുതായി പാർട്ടിയിൽ ചേർന്ന എല്ലാവരോടും വിനയത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നതുകൊണ്ട് ജീവിതാവസാനം വരെ തലകുനിക്കേണ്ടി വരില്ല. അന്തസ്സോടെ അഭിമാനത്തോടെ പൊതുപ്രവർത്തനം നടത്താൻ സാധിക്കും. കാരണം നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിലാണ് അംഗത്വം എടുത്തിരിക്കുന്നത്. നിങ്ങൾ ശ്രീ നരേന്ദ്രമോദിയുടെ പാർട്ടിയിലാണ് അംഗത്വം എടുത്തിരിക്കുന്നത്. നിങ്ങൾ ശ്രീ അമിത്ഷായുടെ പാർട്ടിയിലാണ് അംഗത്വം എടുത്തിരിക്കുന്നത്. നിങ്ങൾ ശ്രീ JP നഡ്ഡ നയിക്കുന്ന പാർട്ടിയിലാണ് അംഗത്വം എടുത്തിരിക്കുന്നത്. 16 മുസ്ലിം സഹോദരന്മാർ ഇന്ന് ഈ പാർട്ടിയിൽ ഇവിടെ ചേർന്നിരിക്കുന്നു. BJP വർഗീയ പാർട്ടിയാണ് എന്നുള്ള ഒരു പ്രചാരണം നടത്തി ന്യൂനപക്ഷങ്ങളെ ഭയാശങ്കയിലാക്കി. കേരളത്തിൽ നിങ്ങൾക്ക് 2 മുന്നണികൾക്കും ഇനി അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ഇന്ന് കായംകുളത്ത് നിന്നും പുറത്തു വരുന്നത്. ഞങ്ങള് പുലിയെ അതിന്റെ മടയിൽ തന്നെ കയറി ആക്രമിക്കുന്ന രീതിയാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് കേരളത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ പാർട്ടിയിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലും ആലപ്പുഴ ജില്ലയിലുമാണ്. കണ്ണൂർ ജില്ലയും ആലപ്പുഴ ജില്ലയും CPMന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ജില്ലകളായിട്ട് അഖിലേന്ത്യാ തലത്തിൽ തന്നെ കണക്കാക്കുന്ന ജില്ലകളാണ്. കണ്ണൂരിലെ പാറപ്പുറത്താണ് പിണറായി വിജയന്റെ നാടായിട്ടുള്ള പാറപ്പുറത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കേരളത്തിൽ തുടക്കം കുറിച്ചത്. ആലപ്പുഴയുടെ വിപ്ലവത്തിന്റെ മണ്ണിലാണ് ഒരു ഭരണത്തിലേക്ക് വരാൻ തക്ക വിധത്തിലുള്ള ജനകീയ മുന്നേറ്റങ്ങൾക്ക് ഊർജം പകർന്ന വലിയ വിപ്ലവങ്ങൾ നടന്നിട്ടുള്ള പുന്നപ്രയും ബാലാറും നടങ്ങുന്ന മണ്ണാണ്. അവിടെ തന്നെ ആദ്യം നിങ്ങളെ നേരിട്ടുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയെ പാറപ്പുറത്ത് ശ്രീമാൻ പിണറായി വിജയന്റെ നാട്ടിൽ നിന്ന് ആരംഭിച്ച ആ പാർട്ടിയെ ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ അറബിക്കടലിന്റെ അടുത്ത് നമ്മൾ നിൽക്കുക. നിങ്ങളുടെ പാർട്ടിയെ പിണറായി വിജയന്റെ കാലത്ത് തന്നെ അറബിക്കടലിൽ കുഴിച്ചു മൂടാൻ കഴിയുന്ന തരത്തിലുള്ള അതിശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം കേരളത്തിൽ അതിന് തുടക്കം കുറിച്ച് കഴിഞ്ഞിരിക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചെറിയൊരു സന്ദേശമല്ല കേരളത്തിന് നൽകിയിട്ടുള്ളത്, വലിയൊരു സന്ദേശമാണ് കേരളത്തിന് നൽകിയിട്ടുള്ളത്. കേരളത്തെ നയിക്കാൻ ഇനി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്, ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ് എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിന് നൽകിയത്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും കേരളത്തിൽ വരാൻ പോകുന്ന വലിയ രാഷ്ട്രീയ മാറ്റങ്ങളുടെ തുടക്കമായിരിക്കുമെന്നുള്ള കാര്യത്തിലും ആർക്കും സംശയം വേണ്ട. എന്തുകൊണ്ടാണ് ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയെ തെരഞ്ഞെടുക്കുന്നത്? ആസേതു ഹിമാചലം, ഈ രാജ്യം മുഴുവൻ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കാരണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരേ ഒരു പാർട്ടി ഇന്ന് ഈ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. പ്രധാന പ്രതിപക്ഷ കക്ഷികളെല്ലാം, രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷികളെല്ലാം അവരവരുടെ നേതാക്കന്മാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടികളാണ്. കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങി ഇങ്ങോട്ട് അവരവരുടെ നേതാക്കന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പാർട്ടിയാണ്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ, വീണ വിജയൻ, മുഹമ്മദ് റിയാസ് അവരുടെ കുടുംബത്തിന് വേണ്ടിയുള്ള മാത്രം പാർട്ടിയാണ്. CPIM-ന്റെ ഓരോ നേതാവിനെ നിങ്ങൾ എടുത്തു നോക്കിയാലും വലിയ ത്യാഗത്തിന്റെ പാരമ്പര്യത്തിന്റെ അവകാശവാദങ്ങളുള്ള ഒരു പാർട്ടിയാണ് ആ പാർട്ടി. ഒട്ടേറെ സമരങ്ങൾ നടത്തിയ അവകാശവാദമുള്ള പാർട്ടിയാണ്. ഇന്ന് ആ പാർട്ടി എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓരോ നേതാവിനെ കുറിച്ചും ആ പാർട്ടിക്കാരുടെ ഇടയിൽ നിന്നുള്ള അഭിപ്രായം എന്താണ്? ഓരോ പാർട്ടി സമ്മേളനം കഴിയുമ്പോഴും ആ പാർട്ടിക്കകത്ത് ഏതെങ്കിലും നല്ല വ്യക്തികൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം തെരഞ്ഞു പിടിച്ച് ഒറ്റപ്പെടുത്തുക. നോക്കൂ, ആലപ്പുഴയുടെ ചരിത്രം നിങ്ങൾ നോക്കൂ. ആലപ്പുഴ ജില്ലയിൽ ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്. ആ നേതാവ് മന്ത്രിയായിരിക്കുമ്പോഴും ജനപ്രതിനിധിയായിരിക്കുമ്പോഴും എങ്ങനെ മാതൃകാപരമായി പ്രവർത്തിക്കാമെന്ന് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് ഞങ്ങൾ സത്യത്തെ നിഷേധിക്കാറില്ല. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത്, ഇന്നും ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുണ്ട്, നിങ്ങൾക്ക് താരതമ്യം ചെയ്യാം. ഇന്ന് മരുമകനാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കേരളത്തിൽ ആ കാലത്ത് ഇവിടുത്തെ പൊതുമരാമത്ത് കരാറുകാരൻ, അഴിമതി നടത്തുന്ന ആളുകളെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം എങ്ങനെയാണ് നേരിട്ടതെന്ന് അറിയാം. എത്രയോ ഉദാത്തമായ ഉദാഹരണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട്. അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ കുറെ വേണ്ടാതീനങ്ങൾ കാണിച്ചിട്ടുണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ അഴിമതി നടത്താത്ത ഒരു മന്ത്രിയായിരുന്നു ജി സുധാകരൻ. ആ ജി സുധാകരൻ ഇന്നൊരു കറിവേപ്പിലയുടെ വില പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടോ? സ്ഥാനമാനങ്ങൾ എല്ലാ കാലത്തും എല്ലാവർക്കും കൊടുക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ജി സുധാകരനെ പോലുള്ള ഒരു നേതാവിന് ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് സ്ഥാനമാണ് അവർ കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് ജി സുധാകരന്മാർ ഇങ്ങനെ കൂടിക്കൂടിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് പുതിയൊരു വാർത്ത കോട്ടയത്ത് നിന്ന് വന്നിരിക്കുന്നു. സുരേഷ് കുറുപ്പ് എന്ന് പറയുന്ന 4 തവണ MP ആയിരുന്ന, 3 തവണ MLA ആയിരുന്ന ഒരു മാന്യനായ നേതാവ്, കോട്ടയത്തുകാർക്ക് മാത്രമല്ല കേരളത്തിൽ എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ആളാണ് സുരേഷ് കുറുപ്പ്. അദ്ദേഹം രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു കരിവേപ്പിലെ പോലെ അദ്ദേഹത്തെ വലിച്ചെറിയുകയാണ് ആ പാർട്ടി. കേരളത്തിലുടനീളം നിങ്ങൾ പരിശോധിച്ചാൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ അഴിമതിക്കെതിരായി സംസാരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കും. ഒരു ലോക്കൽ കമ്മിറ്റിയിൽ മണൽ മാഫിയക്കെതിരായി പാർട്ടി നടത്തുന്ന അഴിമതിക്കെതിരായി ശബ്ദിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ പുറത്താക്കും. ഒരു ഏരിയ കമ്മിറ്റിയിൽ പാർട്ടി നേതാക്കൾ നടത്തുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും ചൂണ്ടിക്കാണിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ പുറത്താക്കും. ഒരു ജില്ലാ കമ്മിറ്റിയിൽ അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ പാർട്ടിക്ക് വെളിയിലാണ്. തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അപജയം കേരളത്തിലെ ജനങ്ങൾ ശരിയായി കണ്ണ് തുറന്ന് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് 218 പേർ ചെങ്കൊടി ഉപേക്ഷിച്ച് മോദിയുടെ കുടുംബത്തിലേക്ക് കുങ്കുമ ഹരിത പതാക സ്വീകരിക്കാൻ തയ്യാറായി ആളുകൾ മുന്നോട്ട് വരുന്നതിന്റെ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടായിരിക്കുന്ന ഈ അപജയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പണക്കൊതിയും, MP ഗോവിന്ദന്റെ പ്രസ്താവന ഞാൻ കണ്ടു, എല്ലാ വൃത്തികേടുകളെയും പ്രോത്സാഹിപ്പിക്കുക, കൊലയാളി സംഘങ്ങളെ മഹത്വവൽക്കരിക്കുന്ന ഒരു പാർട്ടിയായി CPM മാറിയിരിക്കുന്നു. 2 കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ, കാസർഗോഡ് ജില്ലയിലെ 2 കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതികളെ ജയിലിൽ പോയി സ്വീകരിക്കുന്നു, അവരെ മഹത്വവൽക്കരിക്കുന്നു,
അവർ സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലെ മഹാന്മാരാണെന്ന് പറയുന്നു. ജയരാജൻ പറയുകയാണ്, ജയിലിൽ കിടക്കുന്ന ഞങ്ങളുടെ സഖാക്കൾക്ക് ജയിലിൽ കഴിയുമ്പോൾ പുസ്തകം വായിക്കാനുള്ള ഒരു അവസരമായി ഞങ്ങൾ സഖാക്കൾ കണക്കാക്കും. ഈ പറഞ്ഞ ചങ്ങായി CBI അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ നെഞ്ചുവേദന അനുഭവിച്ച് ഓടി ആശുപത്രിയിൽ കിടന്ന് DMOയുടെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി 2 മാസം ആശുപത്രിയിൽ കിടന്ന ആളാണ്. ചങ്ങായി പറയാണ്, എന്താ പറഞ്ഞത്, ഞങ്ങൾ പുസ്തകം അതിനുമ്പൊന്നും വായിക്കലില്ലേ? ഉപ്പോതിഞ്ഞ ഒരു കടലാസ് പോലും വായിക്കാത്ത ആൾക്കാര്, കൊടും ക്രിമിനലുകള്, എന്നിട്ടൊരു ചെകുവേരയുടെ പുസ്തകമായിട്ട് ജയിലിലേക്ക് പോയിരിക്കുന്നു. മഹത്വവൽക്കരിക്കുന്ന കൊലയാളികളെ, KT ജയകൃഷ്ണനെ കേട്ടുകഴിവില്ലാത്ത കൊല നടത്തിയ പൂള പ്രദീപനെയും സംഘത്തെയും അതേ സ്കൂളിൽ PTA യോഗം വിളിച്ച് പാർട്ടി സഖാക്കളെ അണിനിരത്തി സ്വീകരണം കൊടുത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. TP ചന്ദ്രശേഖരന്റെ കൊലയാളികളെ ജയിലിൽ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് അവർക്ക് വീരപരിവേഷം നൽകിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കൊലയാളികളെയും മണ്ണ് മാഫിയകളെയും ക്വാറി മാഫിയകളെയും ലോട്ടറി മാഫിയകളെയും കള്ളക്കടത്തുകാരെയും സ്വർണ്ണക്കള്ളക്കടത്തുകാരെയും ഹവാല ഇടപാടുകാരെയും സംരക്ഷിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പറയുന്നത് മതേതരത്വം, ചെയ്യുന്നത് പച്ചവർഗീയത. ഇതല്ലേ ഇവിടെ കാണുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുന്നു. ഇപ്പോൾ പിണറായി വിജയൻ പോപ്പുലർ ഫ്രണ്ടിനെതിരെ പറയുന്നു. എന്താ പറയാൻ കാരണം? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമിതമായ വർഗീയ പീഡനം കാരണം CPM-ൽ നിന്ന് വലിയൊരു വിഭാഗം ആളുകൾ എതിരായി വോട്ട് ചെയ്തു. BJPക്ക് അനുകൂലമായ ആളുകൾ വോട്ട് ചെയ്തു. പോയ വോട്ട് തിരിച്ചു പിടിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായും പോപ്പുലർ ഫ്രണ്ടിനെതിരായും അവർ സംസാരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ വർഗീയത കളിക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും അവർ വർഗീയത ഉപയോഗിച്ചാണ് ജയിക്കുന്നത്. നിങ്ങളെ അടുത്തല്ലേ അൻവാറശ്ശേരി? പിണറായി വിജയനും അബ്ദുൽ നാസർ മദനിയും ഒരുമിച്ച് സമ്മേളനം നടത്തിയത് ഇവിടെയാണ്. PDPക്ക് ലോക്സഭാ ടിക്കറ്റ് കൊടുത്തത് ഇവിടെയാണ്, കേരളത്തിലാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യമായി തെരഞ്ഞെടുപ്പ് സഖ്യം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നും കേരളത്തിൽ ഈ ആലപ്പുഴ ജില്ലയിലടക്കം എത്രയോ വർഗീയവാദികളുമായിട്ട് നിങ്ങൾ കൂട്ടുചേർന്നു. പോപ്പുലർ ഫ്രണ്ടുമായിട്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വർഗീയതയാണ് നിങ്ങളുടെ അവസാനത്തെ ആയുധം. മാറി മാറി ഓരോ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ വർഗീയത ഉപയോഗിക്കുകയാണ്. ചരിത്രത്തെ നിങ്ങൾ വളച്ചൊടിക്കുകയാണ്. ശിവഗിരി സമ്മേളനത്തിൽ ചെന്ന് പിണറായി വിജയൻ പറയുകയാണ്, ശ്രീനാരായണ ഗുരു ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമാണ്. ശ്രീനാരായണ ഗുരുദേവൻ കേവലമായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമാണോ? അല്ല. കേരളത്തിലെ, ഭാരതത്തിലെ കോടാനുകോടി ജനങ്ങൾ ശ്രീനാരായണ ഗുരുദേവനെ ഒരു ദൈവമായിട്ടാണ് കണക്കാക്കുന്നത്, ഒരു സന്യാസിയായിട്ടാണ് കണക്കാക്കുന്നത്, സനാതന ധർമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രചാരകനായിട്ടാണ് കണക്കാക്കുന്നത്. ലോകം മുഴുവൻ സനാതന ധർമ്മത്തിന്റെ സന്ദേശം എത്തിച്ച ആളാണ് ഗുരുദേവൻ. EMS നാരായണൻ എന്ന് മാത്രമേ ഗുരുദേവനെ വിളിച്ചിട്ടുള്ളൂ. ശ്രീനാരായണൻ എന്ന് പോലും വിളിച്ചിട്ടില്ല. നാരായണൻ നവോത്ഥാനത്തിന്റെ വക്താവല്ല. നാരായണൻ കേരളത്തെ നൂറ്റാണ്ടുകൾ പുറകോട്ട് നയിച്ച ആളാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുള്ള ആളാണ് EM ശങ്കര നമ്പൂതിരിപ്പാട്. പിണറായി വിജയനും അത് തന്നെയാണ് ചെയ്യുന്നത്. ഗുരുദേവൻ നടത്തിയ പരിശ്രമങ്ങളെ അവമതിക്കുന്ന പാർട്ടിയാണ് CPM. എന്നാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മുമ്പിൽ പോയി അല്ലെങ്കിൽ കുമ്പിടാൻ അദ്ദേഹത്തിന് മടിയില്ല. കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയുമായി സഖ്യം ചെയ്യാൻ അവർക്ക് മടിയില്ല.
നിരോധിത ഭീകരവാദ സംഘടനയുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ട്, PFIയുമായിട്ട് സഖ്യമുണ്ടാക്കാൻ അവർക്ക് മടിയില്ല. പച്ചയായ വർഗീയത ഓരോ തെരഞ്ഞെടുപ്പിലും കാണിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. ഇത് കേരളത്തിലെ ഓരോ പ്രദേശത്തും അവർ നടത്തുന്നതിന്റെ ഫലമായിട്ടാണ് ആ പാർട്ടിക്കെതിരായി സ്വന്തം പാർട്ടിയിൽ നിന്ന് ആളുകൾ ശബ്ദമുയർത്തുന്നത്. എന്തുകൊണ്ടാണ് അവർ കോൺഗ്രസിനെ ആശ്രയിക്കാത്തത്? കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒരു കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമില്ല. IND മുന്നണിയാണ് ഇവിടെ, ഇന്ത്യ സഖ്യമാണ് കേരളത്തിൽ. ഈ ആലപ്പുഴ ജില്ലയിൽ മാത്രം BJP അധികാരത്തിലുണ്ടായിരുന്ന മിക്കവാറും പഞ്ചായത്തുകളെല്ലാം ഇന്ത്യ സഖ്യം പരസ്പരം യോജിച്ച് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് പരാജയപ്പെടുത്തി. കോൺഗ്രസും CPM തമ്മിൽ ഒന്നിച്ചാണ് ഭരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ മാറ്റി മുഖ്യമന്ത്രി കസേര കുപ്പായമിട്ട് ഞാനാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ് നടക്കുന്ന രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ, ഹരിപ്പാട് മണ്ഡലത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ആരും തന്നെ അത് വലിയ ചർച്ചയാക്കുന്നില്ല. അടക്കം ഹരിപ്പാട് മണ്ഡലത്തിൽ ഇന്ത്യ സഖ്യമാണ്. മറ്റേ BD-യുടെ ആളുണ്ടല്ലോ, എന്താണ് പേര്, സാംസ്കാരിക മന്ത്രി സജി ചെറിയ, BD കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. BD-യുടെ ആളുടെ മണ്ഡലത്തിൽ എന്താ സ്ഥിതി? BD-യുടെ ആളുടെ മണ്ഡലത്തിൽ കോൺഗ്രസും CPM-ഉം ഒരുമിച്ചാണ് ഭരിക്കുന്നത്. കേരളത്തിലുടനീളം ഇന്ത്യ സഖ്യം യാഥാർത്ഥ്യമായിരിക്കുന്നു. കാരണം എല്ലായിടത്തും BJP അതിശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിലിപ്പോ 6 മുഖ്യമന്ത്രിമാർ. സ്വയം പ്രഖ്യാപിത മുഖ്യമന്ത്രി VD സതീശൻ, സതീശനെ മറികടന്ന് മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുന്ന ചെന്നിത്തല, എന്റെ കൂടെയും ആളുണ്ട് എന്ന് പറയുന്ന മുരളീധരൻ, ഞാൻ ഒട്ടും മോശമല്ല എന്ന് പറഞ്ഞ് നേരത്തെ ഇറങ്ങിയ തിരുവനന്തപുരം MP ശശി തരൂർ, അവസാനം ഇറങ്ങാൻ തയ്യാറായി യഥാർത്ഥ ആള് കനകോലുവിന്റെ ആള് വരാനിരിക്കുകയാണ്. ഞാൻ ആലപ്പുഴയിൽ ജയിച്ച ഇന്നിപ്പോ പത്രത്തിലെല്ലാം വന്നിരിക്കുന്നു, കനകോലുവിന് ഇറക്കുന്നു. കനകോലുവിന് ഇറക്കിയിട്ട് കാര്യമുണ്ടോ? 6 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ വെച്ച് നിങ്ങൾ മത്സരിക്കാൻ പോയാൽ കനകോലുവല്ല ആര് വന്നാലും കേരളത്തിൽ നിങ്ങൾ പച്ച തൊടാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. സുധാകരൻ മുഖ്യമന്ത്രി, തരൂര് മുഖ്യമന്ത്രി, KC വേണുഗോപാൽ മുഖ്യമന്ത്രി, കനകോലുവിന്റെ മുഖ്യമന്ത്രി, ചെന്നിത്തല മുഖ്യമന്ത്രി, VD സതീശൻ മുഖ്യമന്ത്രി, ശശി തരൂര് മുഖ്യമന്ത്രി, എത്രയെത്ര മുഖ്യമന്ത്രിമാർ. കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും മുഖ്യമന്ത്രിയാവാൻ വേണ്ടി മത്സരിച്ചപ്പോ കിട്ടിയ സീറ്റ് 40 അല്ലേ? ആ 40-ൽ പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഏത്? നമ്മുടെ ഹരിപ്പാട്. എത്രയാ വ്യത്യാസം ശോഭാ സുരേന്ദ്രനും ചെന്നിത്തലയും? അതുകൊണ്ട് കനകോലൊക്കെ അവിടെ ഇരിക്കട്ടെ. കേരളത്തിലെ ജനങ്ങൾ ഈ 2 മുന്നണികളെയും പാഠം പഠിപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭാരതകേസരി മന്നത്താചാര്യന്റെ ജയന്തിയോടനുബന്ധിച്ച് ചെന്നിത്തലയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, നമ്മൾ കേട്ടതാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തിരിച്ചറിഞ്ഞ മഹാമനുഷ്യയായിരുന്നു മന്നത്താചാര്യൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സർക്കാരിനെതിരായി വിമോചന സമരം നയിച്ചു മന്നത്താചാര്യൻ. വിദ്യാഭ്യാസ മേഖലയിലും മറ്റെല്ലാ മേഖലകളിലും നടക്കുന്ന അനീതിക്കെതിരായി, EMS സർക്കാരിന്റെ അനീതിക്കെതിരായി മന്നത്താചാര്യന്റെ അനുഗ്രഹാശിസുകളോടുകൂടിയാണ് വിമോചന സമരം നടന്നത്. ആ മന്നത്താചാര്യൻ 1965 ആവുമ്പോഴേക്കും തിരിച്ചറിഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പകരം
കോൺഗ്രസ് അല്ല വേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇല്ലാത്ത ഒരു മുന്നണിയാണ് കേരളത്തിൽ വേണ്ടത് എന്നാദ്യം തിരിച്ചറിഞ്ഞ കേരളത്തിന്റെ ചരിത്ര പുരുഷനാണ് മന്നത്താചാര്യൻ. പട്ടംതാണുപിള്ളയുടെ സർക്കാരിനെതിരായി PSP കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ PT ചാക്കോയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിലെ 15 MLA വോട്ട് ചെയ്തപ്പോൾ ആ സർക്കാർ താഴെ വീണു. KM ജോർജിന്റെ നേതൃത്വത്തിൽ അന്ന് ആദ്യമായിട്ടാണ് ഒരു പുതിയ ബദൽ കേരളത്തിൽ ഉയർന്നു വന്നത്. അതാണ് കേരള കോൺഗ്രസ്. 65 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 54 സീറ്റിൽ 24 സീറ്റിലും കേരള കോൺഗ്രസ് ജയിച്ചു. എങ്ങനെയാ ജയിച്ചത്? മന്നത്താചാര്യന്റെ ശക്തമായ നേതൃത്വം കേരള കോൺഗ്രസിന് തിരുവിതാംകൂറിലും മധ്യ തിരുവിതാംകൂറിലും നൽകിയ അകമഴിഞ്ഞ പിന്തുണയാണ് അന്ന് മൂന്നാം ബദൽ എന്ന് പറയുന്ന ഒരു തേർഡ് ഓൾട്ടർനേറ്റീവ് കേരളത്തിൽ ശക്തമായിട്ട് വന്നത്. ആദ്യമായിട്ട് കേരളത്തിൽ ഒരു കോൺഗ്രസും അല്ല കമ്മ്യൂണിസ്റ്റും അല്ല 24 പേര് ജയിച്ചു. അതിന് നേതൃത്വം നൽകിയത് മന്നത്താചാര്യനാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിനെപ്പറ്റി വല്ല അറിവുണ്ടോ? ചെന്നിത്തലയ്ക്ക് ഇതിനെപ്പറ്റി വല്ല അറിവുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പകരം കോൺഗ്രസ് അല്ല. അഴിമതിയും വർഗീയതയും സ്വജനപക്ഷപാതവും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുപോലെയാണ് ചെയ്യുന്നത്. മന്നത്താചാര്യൻ അന്ന് സ്വപ്നം കണ്ട മൂന്നാം ബദൽ കേരള കോൺഗ്രസുകളുടെ തമ്മിലടി കാരണം തകർന്നില്ലാതായി. വളരുമ്പോഴും പിളരുകയും പിളരുമ്പോഴും വളരുകയും ചെയ്യുന്ന പാർട്ടിയായിട്ട് കേരള കോൺഗ്രസ് മാറി. ആ മൂന്നാം ബദൽ അന്ന് അസ്തമിച്ചു പോയി. ഇന്നിപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മന്നം കണ്ട സ്വപ്നം ശരിയായ മൂന്നാം ബദൽ കേരളത്തിൽ ഉയർന്നു വരികയായി. കോൺഗ്രസുമല്ല കമ്മ്യൂണിസ്റ്റുമല്ല കേരളത്തിൽ വേണ്ടത്, ജനങ്ങളുടെ മൂന്നാം ബദലാണെന്നുള്ള മന്നത്താചാര്യന്റെ സ്വപ്നം അത് പൂവണിയാൻ പോവുകയാണ് കേരളത്തിൽ. പ്രിയപ്പെട്ടവർ, അതാണ് നടക്കുന്നത് കേരളത്തിൽ. 20% ജനങ്ങളുടെ പിന്തുണ. നവോത്ഥാന നായകന്മാർ സ്വപ്നം കണ്ട കേരളത്തെ വീണ്ടെടുക്കാൻ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും മന്നത്താചാര്യനും പണ്ഡിറ്റ് കറുപ്പനും അയ്യ വൈകുണ്ഠസ്വാമികളും അടക്കം എത്രയോ നവോത്ഥാന നായകന്മാർ സ്വപ്നം കണ്ട തനത് കേരളം വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ് ഞങ്ങൾക്കിത്. വെറുമൊരു രാഷ്ട്രീയ മത്സരമല്ല. പട്ടിണിയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, കടക്കെണിയിൽ നിന്ന്, തൊഴിലില്ലായ്മയിൽ നിന്ന്, വികസന പ്രതിസന്ധിയിൽ നിന്ന്, കാർഷിക പ്രതിസന്ധിയിൽ നിന്ന് എല്ലാം കേരളത്തെ മോചിപ്പിക്കാൻ കഴിയുന്ന ഒരു തിരിച്ചുവരവ്, കേരളത്തിനൊരു ശരിയായ തിരിച്ചുവരവാണ് NDA സ്വപ്നം കാണുന്നത്. അതിന് പറ്റിയ ഒരു കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ ഭരിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആലപ്പുഴയ്ക്കും കുട്ടനാടിനും കേരളത്തിനും എല്ലാം മോദി സർക്കാർ നൽകിയ പണം ഒന്നും ചെലവഴിക്കാതെ, വികസനം തൊട്ടുതീണ്ടാതെ കേരളം ഒരു മരുപ്പറമ്പാക്കി മാറ്റി CPM-ഉം കോൺഗ്രസും ചേർന്ന്, ചെന്നിത്തലയുടെ പാർട്ടിയും പിണറായി വിജയന്റെ പാർട്ടിയും ചേർന്ന് കേരളത്തെ ഒരു മരുപ്പറമ്പാക്കി മാറ്റി, മരുഭൂമിയാക്കി മാറ്റി. അതിനെ നമുക്ക് വീണ്ടെടുക്കണം. ആ വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ് BJP നടത്തുന്നത്. നവോത്ഥാന നായകന്മാർ സ്വപ്നം കണ്ട ശരിയായ കേരളം, തനത് കേരളം, റീക്ലെയിം കേരളത്തെ വീണ്ടെടുക്കാൻ, റീക്ലെയിം കേരളം, അതിനുള്ള പോരാട്ടമാണ്. അത് പൂവണിയുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും തന്നെ സംശയമില്ല. ഒരു 2 മാസം മുമ്പ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ കനകോലുവിന്റെ MP വേണുഗോപാൽ ഇന്ന് വീട്ടിലിരിക്കുമായിരുന്നു. ഒരു 2 മാസം മുമ്പ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രി കുപ്പായമിട്ട തരൂരിൽ നിന്ന് വീട്ടിലിരിക്കുമായിരുന്നു. ഒരു 2 മാസം കൂടി വി മുരളീധരൻ ആറ്റിങ്ങലിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ നമ്മുടെ അടൂർ പ്രകാശ് കോന്നിയിൽ തന്നെ വീട്ടിലിരിക്കുമായിരുന്നു.
പ്രിയപ്പെട്ടവരെ, കേരളം BJPക്ക് പാകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ശരിയായ രാഷ്ട്രീയ പരിവർത്തനത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പുതിയ പുതിയ ആളുകൾ BJPയിലേക്ക് വരുമ്പോൾ വർദ്ധിച്ച വീര്യത്തോടുകൂടിയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. ചില ആളുകൾക്ക് അതങ്ങോട്ട് സഹിക്കുന്നേയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാറ്റി BJP വരാതെ കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ കൊടയുമായിട്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാർ. നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് വിചാരിക്കണ്ട. ഇവരെല്ലാവരും നമ്മളോട് ചിരിക്കും, സ്നേഹം കാണിക്കും, നമ്മുടെ വാർത്ത കൊടുക്കും. ഇവരുള്ളിന്റെ ഉള്ളിൽ കോൺഗ്രസ് ആണ്. ഇവർക്ക് കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള നീക്കമാണ്. അതിന് തടസ്സം BJPയുടെ വളർച്ചയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി ആശയപരമായ പോരാട്ടം നടത്തി എത്രയോ പേർക്ക് ജീവൻ നഷ്ടപ്പെടുത്തിയ വീരബലിദാനികൾ ഈ മണ്ണിൽ, ഈ ആലപ്പുഴയുടെ മണ്ണിൽ, കണ്ണൂരിന്റെ മണ്ണിൽ, കേരളത്തിലുടനീളം എത്രയോ പേർ സ്വന്തം ജീവരക്തം കൊടുത്ത് നേടി വളർത്തിയ പാർട്ടിയാണിത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നേരിട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിച്ചത്. അതിന് കോൺഗ്രസിന് ആർജവമില്ല. CPI വന്നില്ലായിരുന്നെങ്കിൽ പെരിയ ഇരട്ടക്കൊലക്കേസ് തെളിയുമായിരുന്നില്ല. CBI ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിലെ പ്രമാദമായ പല കൊലക്കേസുകളും തെളിയുമായിരുന്നില്ല. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിൽ അന്തർധാരയാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ പല കള്ളപ്രചരണങ്ങൾ നടത്തും. എന്താ ഇപ്പോ ബൂത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ഒരാഴ്ച കഴിഞ്ഞ മണ്ഡലം തെരഞ്ഞെടുപ്പ് നടക്കും, ജില്ലാ തെരഞ്ഞെടുപ്പ് നടക്കും, പാർട്ടിയിൽ സംസ്ഥാനം നടക്കും, അഖിലേന്ത്യ നടക്കും. ഓരോ ദിവസവും നിങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് അന്തഛിദ്രമുണ്ടാക്കി കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വിനയത്തോടെ ഞാൻ പറയുന്നു, നിങ്ങൾ വെറുതെ മനപ്പായസമുള്ളുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കെട്ടായി കേരളത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ അന്ത്യം കുറിക്കാൻ, കോൺഗ്രസിനെ മാറ്റി നിർത്താൻ കഴിയുന്ന ജനകീയ ബദലായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു സ്വപ്നവും നിങ്ങൾ കാണണ്ട. വാങ്ങിയ വെള്ളം നിങ്ങൾ വാങ്ങി വെച്ചോളൂ. ബൂത്ത് തെരഞ്ഞെടുപ്പ് നടക്കും, മണ്ഡലം തെരഞ്ഞെടുപ്പ് നടക്കും, ജില്ലാ തെരഞ്ഞെടുപ്പ് നടക്കും, സംസ്ഥാനവും നടക്കും, കേന്ദ്രത്തിലും തെരഞ്ഞെടുപ്പ് നടക്കും. ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു പാറ പോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ആരാണോ BJPയെ നയിക്കുന്നത് അവരുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും തന്നെ സംശയം വേണ്ട. ഒരു കുത്തിത്തിരിപ്പുകളില്ല. എന്നുപോലെ ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും കേക്കുകൾ ഉണ്ടാവട്ടെ, പുതിയ പുതിയ ആളുകൾ BJPയിലേക്ക് വരട്ടെ. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ഉറക്കം കെടുത്തുന്ന നാളുകളാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. നമുക്ക് ഒറ്റക്കെട്ടായി നരേന്ദ്രമോദിയുടെ സ്വപ്നം കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കാം എന്ന് മാത്രം എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ പുതുതായി പാർട്ടിയിലേക്ക് ചേർന്ന എല്ലാവരെയും ഹൃദയംഗമമായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. നമ്മുടെ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ശ്രീമതി ശോഭാ സുരേൻ സംസ്ഥാന ഉപാധ്യക്ഷ ആദരവോട് ക്ഷണിച്ചുകൊള്ളും. ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ, നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശ്രീ സുരേന്ദ്രൻ, പാർട്ടിയുടെ ആലപ്പുഴ ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ ഗോപകുമാർ, ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ അരുൺ, ശ്രീ വിമൽ, ഈ നിയോജകമണ്ഡലത്തിന്റെ അമരക്കാരായിട്ടുള്ള ശ്രീ കൃഷ്ണകുമാർ, ശ്രീമതി മോനിഷ, പാറയിൽ രാധാകൃഷ്ണൻ അവറുകൾ,
ശ്രീ മഠത്തിൽ ബിജു, ശ്രീകുമാർ, ബിപിൻ സി ബാബു ലാസ്റ്റാ പറയുന്നത്, ശ്രീകുമാർ, അതുപോലെ പാലമറ്റം വിജയകുമാർജി, പ്രിയപ്പെട്ട നിഷ വക്കീല്, അതുപോലെ തന്നെ പ്രസാദ്, സരസ്വതി, രമേശ് കൊച്ചുമുറി, പ്രീത, ശ്രീ സദാശിവൻ, ശ്രീമതി വിനോദിനി, വേദിയിലും സദസ്സിലുമുള്ള ആളുകൾക്ക് ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ ഒരുപാട് ചർച്ച ചെയ്ത എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ ബിപിൻ സി ബാബു, എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ 20% ഈ പാർട്ടിക്ക് വളർച്ച നേടാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഈ വരവ് നിങ്ങളുടെ മനസ്സിനകത്ത് വരണമെന്നുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. ഈ വരവ് ഒരല്പം കൂടി നേരത്തെ ആയിരുന്നുവെങ്കിൽ 1ാം സ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടി കായംകുളം നിയോജക മണ്ഡലത്തിൽ എത്തുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. 15,000 വോട്ട് സംസ്ഥാന അധ്യക്ഷന്റെ കൂടി ശ്രദ്ധയിലേക്ക് പറയുകയാണ്. തിരക്കിനിടയിൽ ഒരു പക്ഷേ അദ്ദേഹം ഇത് അറിഞ്ഞിട്ടുണ്ടാകില്ല. 15,000 വോട്ട് പെട്ടിക്കകത്ത് കിടക്കുകയായിരുന്നു. 15,000 വോട്ട് എണ്ണിയിട്ടില്ല ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ. ആ 15,000 വോട്ട് എണ്ണാതെ ഇവിടത്തെ കലക്ടറോട് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ വിളിച്ചു ചോദിച്ച സമയത്ത് പറഞ്ഞത്, കൂടിയ ഭൂരിപക്ഷത്തിനാണല്ലോ ശ്രീമാൻ KC വേണുഗോപാലൻ ജയിച്ചത്, പിന്നെ 15,000 എണ്ണിയിട്ടെന്താണ് കാര്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ VVPAT മെഷീൻ കേടുവന്നു എന്നാണ് പറഞ്ഞത്. ശരി, മെഷീൻ കേടുവന്നാൽ VVPAT എണ്ണാമല്ലോ. ഞങ്ങൾക്ക് ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. നിങ്ങൾ എണ്ണിയാലും നിങ്ങൾ എണ്ണി തന്നില്ലെങ്കിലും 3 ലക്ഷത്തിന്റെ മുകളിൽ 3,04,000-ലധികം വരുന്ന വോട്ട് ഞങ്ങളുടെ പെട്ടിയിൽ ജനങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ കേരളമാകമാനം 20% വോട്ട് കിട്ടിയപ്പോ ഞങ്ങൾക്കത് 30%-ത്തിന്റെ താഴെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ താമര ചിഹ്നത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന, കോൺഗ്രസിൽ വിശ്വസിക്കുന്ന, രാഷ്ട്രീയമില്ലാതെ തന്നെ ഞങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്നവർ ഉൾപ്പെടെ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉത്തമമായിട്ടുള്ള വിശ്വാസമുണ്ട്. നിങ്ങൾ ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളും നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വരാൻ പോകുന്ന നാളുകളിൽ ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് ഈ കേരളത്തിന്റെ തിലകക്കുറിയായിട്ടാണ് നമ്മുടെ ഈ നിയോജക മണ്ഡലം ഉൾപ്പെടെ മാറാൻ പോകുന്നത്. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ കേവലം 1000 വോട്ടിന്റെ വ്യത്യാസം ആ 3 ബൂത്ത് കൂടി എണ്ണിയിരുന്നുവെങ്കിൽ ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലവും ഭാരതീയ ജനതാ പാർട്ടിയുടെ നമ്മുടെ താമര ചിഹ്നത്തിന്റെ പുറകിൽ പോകുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ള കാര്യം ഇവിടത്തെ ആളുകൾ വേണ്ട രീതിയിൽ അത് ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങളിവിടേക്ക് പുതിയതായിട്ട് കടന്നു വരുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, സുഖവും സമാധാനവും അത് സമൂഹത്തിനകത്തേക്ക് സന്നിവേശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്നത്. നിങ്ങൾ പുതുതായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ദീനദയാൽ ഉപാധ്യായജിയുടെ ഏകാത്മമാനവ ദർശനമാണ് ഞങ്ങളുടെ കരുത്ത് എന്ന് പറയുന്നത്. ഇവിടെ ബിപിൻ സി പറഞ്ഞു, ബാബു പറഞ്ഞു, സംസ്ഥാന പ്രസിഡന്റും ശോഭാ സുരേന്ദ്രനും ഇങ്ങനെ കായംകുളം നിയോജക മണ്ഡലത്തില് ഒരുമിച്ച് വരുന്നത് ഇപ്പോഴായിരിക്കുമോ എന്നൊരു സംശയം എന്റെ സഹോദരൻ സൂചിപ്പിക്കുകയുണ്ടായി. 1995 ഇടതുപക്ഷക്കാരനെയും വലതുപക്ഷക്കാരന്റെയും ഈ കേരള രാഷ്ട്രീയത്തിലെ നെറുകേടുകൾക്കെതിരായിട്ട് തിരുവനന്തപുരത്ത് ശ്രീമാൻ സുരേന്ദ്രൻ പോലീസിന്റെ ലാത്തി ചാർജ് ഏറ്റുവാങ്ങുമ്പോ ഞാൻ തൃശൂരില് ലാത്തി ചാർജ് ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക്, ജനാധിപത്യ വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ അടുത്തു നിന്നാൽ പ്രശ്നമാണ്, ഞങ്ങൾ അടുത്ത കസേരയിൽ ഇരുന്ന
ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. ഞങ്ങളൊന്ന് ഒരുമിച്ച് മുഖത്ത് നോക്കി ചിരിച്ചാൽ പ്രശ്നമാണ്. ഇത് പ്രശ്നമാക്കുന്നതാരാണ്? ആർക്കാണ്? കേരളത്തിൽ ശ്രീമാൻ സുരേന്ദ്രനും ശോഭ സുരേന്ദ്രനും ഒരുമിച്ച് നിന്നാൽ പ്രശ്നം. ആർക്കാണ്? ശ്രീമാൻ പി.കെ. കൃഷ്ണദാസും എം.ടി. രമേശും ശോഭ സുരേന്ദ്രനും ഒരുമിച്ച് നിന്നാൽ പ്രശ്നം. പ്രശ്നമാർക്കാണ്? ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും പിന്നെ അവരിൽ പലരെയും സ്നേഹിക്കുന്ന വലിയ മാഫിയ രാജാക്കന്മാർക്കും പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാനും വിലയ്ക്ക് വാങ്ങാനും ശ്രമിക്കുന്നവർക്കാണ് പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒറ്റ പോയിന്റിലാണ് നിൽക്കുന്നത്. കഠിന കണ്ടകാകീർണമാണെങ്കിലും വെടിയുകില്ല ഈ വഴിത്താരയെ, അനുഗമിക്കില്ല മറ്റൊരു പാതയെ എന്നുള്ളതാണ്. ഈ ബിജെപിയുടെ മുന്നേറ്റത്തിന് വേണ്ടി ഈ സംഘപരിവാർ പ്രസ്ഥാനം പടുത്തുയർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള രാഷ്ട്രത്തിന്റെ ആത്മാവിനെ ചിതിയെ സംരക്ഷിച്ചുകൊണ്ടാണ് പതിറ്റാണ്ടുകളായി ഓരോ ഭാരതീയ ജനതാ പാർട്ടിയുടെയും മുൻകാല പ്രസിഡന്റുമാരും ഇപ്പോഴത്തെ പ്രസിഡന്റും വരാൻ പോകുന്ന ഭാവി തലമുറയിലെ ആളുകളും പ്രവർത്തിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രസ്ഥാനം പകർന്നു തന്നിട്ടുള്ളത് ആ ആശയമാണ്. ആ ഏകാത്മ മാനവ ദർശനത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രസ്ഥാനം പറഞ്ഞതുപോലെ ഞങ്ങൾ തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടിയല്ല. എന്താണ് നിങ്ങൾ ഇത്രയും കാലം ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചപ്പോ, പാർട്ടി യോഗങ്ങൾ നടത്തിയപ്പോ നിങ്ങളോട് പറഞ്ഞു തന്നത് ഇവിടെ തൊഴിലാളി ആധിപത്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നാണ് പാർട്ടി ക്ലാസുകളിലൂടെ പഠിപ്പിച്ചത്. എന്നാൽ ആരാണ് തൊഴിലാളി എന്ന് കേരളത്തിൽ ഇപ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആരാണ് തൊഴിലാളി? പിണറായിയുടെ പാറപ്പുറത്ത് ജനിച്ച കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പടത്തലവനാണ് ഞാൻ എന്ന് പറയുന്ന സഖാവ് പിണറായി വിജയൻ തൊഴിലാളിയാണോ? ഇവിടുത്തെ ആലപ്പുഴയിലെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ചിന്തിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ച് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ വയലാറിന്റെ മണ്ണിൽ വിപ്ലവത്തിന്റെ ഗാഥകൾ രചിച്ച പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ മക്കളുടെ മക്കൾ അവർ ചിന്തിക്കുകയാണ്, ഇതിനു വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഈ പാർട്ടിയുടെ കൊടി പിടിച്ചത്, ഞങ്ങൾ ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചത്, ഞങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയത്? കാരണം പിണറായിലെ പാറപ്പുറത്തെ ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി തൊഴിലാളിയല്ല, ഒന്നൊന്നര ബൂർഷ്വായാണ്. ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിൽ പോകുന്നത് ഇവിടുത്തെ ഏതെങ്കിലും കോരന്റെയും കാളിയുടെയും ഈ കേരളത്തിലെ പാവപ്പെട്ടവരെ വളർത്താൻ വേണ്ടിയിട്ടല്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. ഞങ്ങൾ തൊഴിലാളിയെ വെറുക്കുകയോ മുതലാളിയെ വെറുക്കുകയോ ചെയ്യുന്ന പാർട്ടിയല്ല. ഞങ്ങളുടെ ഏകാത്മ മാനവ ദർശനം എന്ന് പറയുന്നത് തൊഴിലാളികളെ ഉൾക്കൊള്ളുകയും ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുതലാളി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റിലെ പണം കട്ടെടുത്തുകൊണ്ട് അഴിമതി നടത്തിക്കൊണ്ട് മുതലാളിയാകുന്നതല്ല യഥാർത്ഥ മുതലാളിത്വം. ക്യാപിറ്റലിസം എന്താണ്? അവൻ ഈ നാടിന് വേണ്ടി, വീടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, അവനവന്റെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് മുതലാളിയായിട്ട് നിലനിൽക്കണം. അങ്ങനെ നിലനിൽക്കുന്ന എത്രയോ മുതലാളിമാർ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ടാറ്റ. ടാറ്റ മരണപ്പെട്ടു പോയി. ടാറ്റ പറഞ്ഞു, ഞാൻ മുതലാളിയായിട്ട് മുന്നോട്ട് പോകുന്നു, പക്ഷേ എന്റെ മുഴുവൻ സ്വത്തിന്റെയും ഒരു വിഹിതം എന്ന് പറയുന്നത് ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള നല്ല ടെക്നോളജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ റാങ്ക് കിട്ടിയിട്ട് കുട്ടികൾ പഠിച്ചു പാസ്സായി കഴിഞ്ഞാൽ ടാറ്റയുടെ ഓഫീസിൽ നിന്ന് ഒരു വിഹിതം വരും, പണം വരും. ആ പണം വാങ്ങിയെടുത്തുകൊണ്ട് ആ കുട്ടിയുടെ വിദ്യാഭ്യാസ ചിലവിന് ഉപയോഗപ്പെടുത്താം. അങ്ങനെയുള്ള മുതലാളി വർഗം എന്ന് പറയുന്ന അധ്വാനിച്ച് പണമുണ്ടാക്കി മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുത്ത് അവരെ സംരക്ഷിക്കുന്ന ആ മുതലാളി വർഗത്തെ കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്ന തൊഴിലാളി കമ്മ്യൂണിസവും സോഷ്യലിസവും മുതലാളിത്തവും ഇതെല്ലാം കൂടിച്ചേർന്നുകൊണ്ടുള്ള ഗാന്ധിയൻ ആശയങ്ങളെ ഉൾപ്പെടെ കോർത്തുവെച്ചുകൊണ്ടുള്ള ഒരു ദർശനമാണ് ഞങ്ങളുടെ ഏകാത്മ മാനവ ദർശനം. ആ ഏകാത്മ മാനവ ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ആരാധനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തത്. അങ്ങനെ നേതൃത്വം കൊടുത്തപ്പോഴാണ് ഈ രാജ്യത്ത് പാവപ്പെട്ട കുട്ടികൾക്ക് ടെക്നോളജിയുള്ള സ്കൂളുകൾ ഉണ്ടായത്. അങ്ങനെ നേതൃത്വം കൊടുത്തപ്പോഴാണ് എല്ലാവർക്കും കുടിക്കാൻ ശുദ്ധജലം കൊടുക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ നേതൃത്വം കൊടുത്തപ്പോഴാണ് കേരളത്തിലെ നായനാരെ വിളിച്ചിട്ട്
പറഞ്ഞു, ഹലോ നയനാർ ആയിയെ ദില്ലി മേ ബൈഠിയെ കുछ समय बात कीजिए. വിളിച്ചു അടൽ ബിഹാരി വാജ്പേയി. നായനാർ പോയി ഇടതുഭാഗത്ത് തന്നെ കസേരയിട്ടിരുന്നു. എന്നിട്ട് ക്യാ സമാചാർ നായനാർ ചോദിച്ചപ്പോ നായനാര് കണ്ണിറുക്കി കാണിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അടൽ ബിഹാരി വാജ്പേയി നായനാരോട് പറഞ്ഞത് എന്താണെന്നറിയുമോ? ഞാൻ നോർത്ത് ഇന്ത്യയുടെ തെരുവീതിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടെ മടിശീലയിൽ 10 നാണയത്തുട്ടില്ലാത്ത ഒരമ്മയെ കണ്ടു. കുഴിയിലാത്ത കണ്ണുകളും വിഷുന്നൊട്ടിയ വയറുമായി ജീവിക്കുന്ന ആ അമ്മ പറഞ്ഞു, എന്റെ വീടിനെ സംരക്ഷിക്കാൻ എനിക്ക് ആരുമില്ല മോനെ എന്ന് പറഞ്ഞ് അടൽ ബിഹാരി വാജ്പേയിയെ തൊഴുത് നമസ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അമ്മയുടെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ ആരാധനായിട്ട് അടൽ ബിഹാരി വാജ്പേയി തന്റെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായിട്ടുള്ള തന്റെ സഹപ്രവർത്തകന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് സ്ത്രീകളുടെ മടിശീലയിൽ പണം ഉണ്ടാകണം, അതിനുവേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിക്കണം. അതാണ് സ്ത്രീ ശാക്തീകരണ പ്രക്രിയ. അങ്ങനെ ഇന്ത്യയിൽ കൊണ്ടുവന്ന പ്രക്രിയയ്ക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി മലപ്പുറത്ത് വെച്ചിട്ട പേരാണ് കുടുംബശ്രീ. ആ കുടുംബശ്രീ ബിപിൻ സി ബാബു ഇപ്പൊ ബിജെപിയിൽ വന്നു. ആ കുടുംബശ്രീയെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നാണ് ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി സ്വപ്നം കണ്ടതെങ്കിൽ ആ കുടുംബശ്രീയെ രാഷ്ട്രീയവൽക്കരിച്ചു. കുടുംബശ്രീ ADS-ഉം CDS-ഉം അത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നവർ മാത്രമായിരിക്കണമെന്ന് നിങ്ങൾ നിർബന്ധിച്ചു. ഇന്ത്യയിൽ അതിപ്രഗത്ഭനായിട്ടുള്ള പ്രധാനമന്ത്രി കണ്ട സ്വപ്നം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടി, അമ്മമാർക്ക് വേണ്ടി, അവരുടെ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള സ്വപ്നമാണെങ്കിൽ അവിടെയും നിങ്ങൾ വെള്ളം ചേർത്തു. എന്നാൽ ഇന്ത്യയുടെ പാരമ്പര്യത്തെ, ഇന്ത്യയുടെ സംസ്കാരത്തെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏകാത്മ മാനവ ദർശനത്തെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞല്ലോ, ശ്രീനാരായണ ഗുരുദേവനെ നിങ്ങൾ അപമാനിച്ചു. ശ്രീനാരായണ ഗുരുദേവനാണ് സുബ്രഹ്മണ്യാഷ്ടകം എഴുതിയത്. നിങ്ങൾ പറഞ്ഞു സോഷ്യലിസ്റ്റ് ആണ് ഗുരുദേവൻ എന്ന് വരെ നിങ്ങൾ ഇടക്കാലത്ത് പാർട്ടി യോഗങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് അമ്പലങ്ങളെല്ലാം തച്ചു തകർത്ത് കപ്പ നടണമെന്ന് നിങ്ങൾ പഠിപ്പിച്ചു. എന്നാൽ ഇന്ന് ക്ഷേത്ര കമ്മിറ്റികളിൽ, അമ്പല കമ്മിറ്റികളിൽ ഞാനോ നീയോ മുന്നിലെന്ന് പറഞ്ഞുകൊണ്ട് സർവത്ര അമ്പല കമ്മിറ്റികളിലും കയറിയിരുന്നു കൊണ്ട് വിശ്വാസമില്ലാത്ത ദേവസ്വം ബോർഡ് മന്ത്രി ശബരിമലയിൽ കയറി നിന്ന് കൈകൂപ്പി അയ്യപ്പനെ തൊഴണോ, കൈ കെട്ടി നിൽക്കണോ, അങ്ങനെ കൈ ധരിക്കുകയാണ് മന്ത്രിക്ക്. കാരണം എന്താണ്? മുൻ മന്ത്രി തെറിച്ചു. രാധാകൃഷ്ണനായിരുന്നു, എന്റെ നാട്ടുകാരനാണ്, തൃശൂർ ജില്ലക്കാരനാണ്, ദേവസ്വം വകുപ്പ് മന്ത്രി, മുൻ മന്ത്രി. ഒരു കാരണവുമില്ലാതെ ഡൽഹിയിൽ ഒരു പണിയുമില്ല. നരേന്ദ്രമോദിയുടെ കൂടെ പോയിരുന്നിട്ട് അവിടെ എന്ത് ചെയ്യാനാണ്? അവിടെ ആകെ കപ്പലണ്ടി മിഠായി വാങ്ങിയിട്ട് വിരലിലെണ്ണാവുന്ന സഖാക്കള് മാത്രം ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഈ കേരളത്തിലെ മന്ത്രിയായി വിഹരിച്ചു നടന്നിരുന്ന ഒരു മനുഷ്യനെ ആ സ്ഥാനത്ത് നിന്ന് തട്ടിത്തെറിപ്പിച്ച് അവിടെ പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചു. ഒന്നുമില്ല രാധാകൃഷ്ണൻ അവിടെ ചെയ്യാൻ. എന്നാലും എന്താ ഞാൻ വിശ്വസിക്കുന്നത്, ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. ശബരിമലയിൽ അയ്യപ്പന്റെ വിഷയമുണ്ടായ സമയത്ത് അന്ന് ശബരിമലയില് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സമരം നടത്തിക്കൊണ്ട് ശ്രീമാൻ സുരേന്ദ്രൻ ജയിലിനകത്ത് കിടന്നപ്പോ 11 ദിവസത്തിലധികം തുള്ളി വെള്ളം പോലും കുടിക്കാതെ നിരാഹാര വ്രതമനുഷ്ഠിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഞങ്ങളൊക്കെ സമരം കിടക്കുകയായിരുന്നു. അന്ന് ഞങ്ങളാണ് ഈ സനാതന ധർമ്മത്തെ നഷ്ടപ്പെടുത്താൻ, നശിപ്പിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് ഈ വെള്ളമൊന്നും ഞാൻ കുടിക്കില്ല എന്നാണ് രാധാകൃഷ്ണൻ പറഞ്ഞത്. ഏത് വെള്ളം? തീർത്ഥം. തീർത്ഥത്തിന്റെ അർത്ഥമറിയില്ല, സനാതനം എന്ന വാക്കിന്റെ അർത്ഥമറിയില്ല, ഷോഡശ സംസ്കാരം എന്താണെന്ന് അറിയില്ല. സർവേ സുഖനസന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി വിശുദ്ധു മാകസിദ്ധുക്കമാട്ടുവേദെന്നുള്ള മംഗള ശ്ലോകത്തിന്റെ അർത്ഥമറിയില്ല. എന്താണ് തന്ത്രിമാരുടെ ധർമ്മം എന്നറിയില്ല, എന്താണ് ഒരു ക്ഷേത്രത്തിന്റെ പൂജാവിധി എന്നറിയില്ല. അങ്ങനെ നിങ്ങൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ശബരിമലയുടെ സന്നിധിയിലേക്ക് നിങ്ങൾ കുലടകളായിട്ടുള്ള സ്ത്രീകളെ നിങ്ങൾ പറഞ്ഞയച്ചപ്പോ അവിടെ പോരാട്ടം നടത്തിയ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചാൽ ഞാനും സുരേന്ദ്രനും ഒരു ഗ്രൂപ്പായി മാറുമോ എന്ന് ചോദിക്കുകയാണ് ചില പ്രത്യേക തൽപര കക്ഷികൾ. ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ കേരളത്തിൽ. ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന്റെ പണി എന്ന് പറയുന്നത് വരാൻ പോകുന്ന നാളുകളിൽ കഴിഞ്ഞ 5 വർഷം മുമ്പ് എന്നെ, സംസ്ഥാന പ്രസിഡന്റിനെ, ശ്രീമാൻ കുമ്മനം രാജശേഖരനെ ഉൾപ്പെടെ 7 പേരെ 2ാം സ്ഥാനത്ത് നിർത്തി ഇവിടുത്തെ മാർക്സിസ്റ്റുകാരനും കോൺഗ്രസുകാരനും ഒരുമിച്ച് കൈകോർത്തുകൊണ്ട്, കഴിവില്ലാത്തത് കൊണ്ടല്ല കേരള നിയമസഭയ്ക്കകത്ത് ഞങ്ങൾ പോകാതിരുന്നത്, നിങ്ങൾ അവിശുദ്ധ സഖ്യമുണ്ടാക്കി. പാലക്കാട് എന്നെ തോൽപ്പിച്ചപ്പോ മഞ്ചേശ്വരത്ത് ശ്രീമാൻ സുരേന്ദ്രനെ തോൽപ്പിച്ചു, കുമ്മനം രാജശേഖരനെ തിരുവനന്തപുരത്ത് തോൽപ്പിച്ചു. എന്നിട്ട് നിങ്ങൾ കേരള നിയമസഭയ്ക്കകത്ത് ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും നിങ്ങൾ പിണറായി വിജയനെ പുറഞ്ഞൊറിഞ്ഞു കൊടുക്കുന്ന
അധികം ആലപ്പുഴ വിട്ട് യാത്ര ചെയ്യാത്തത് കൊണ്ടാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഭരണം കിട്ടിയാൽ വരെ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. ത്രിപുരയിലെ 2.5% വോട്ടിൽ നിന്നാണ് ത്രിപുരയിലെ ബിപ്ലവ് കുമാർ എന്ന് പറയുന്ന മനുഷ്യൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി കസേരയിൽ വന്നതെങ്കിൽ 20% വോട്ടാണ് ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ ആകമാനമുള്ളതെങ്കിൽ 20% അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 40% ആക്കാനുള്ള കെമിസ്ട്രി അത് ഞങ്ങളുടെ കയ്യിലുണ്ട്. പരാജയപ്പെട്ടിട്ടും വേദനിച്ചിട്ടും ആക്ഷേപിച്ചിട്ടും നിങ്ങളുടെ കുന്തമുനകൾ മുഴുവൻ ഏറ്റുവാങ്ങിയിട്ടും തളരില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഈ ഭാരതാംബയുടെ സംസ്കാരത്തെ കൈപ്പിടിച്ച് നെഞ്ചോട് ചേർത്തുകൊണ്ട് ഓരോ ബിജെപിയുടെ കാര്യകർത്താവും ഈ കേരളത്തിന്റെ മണ്ണിൽ ഞങ്ങൾ ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങൾ യാത്ര ചെയ്യും. ഞങ്ങൾ അമ്മമാരോട് യാചിക്കും, ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളോട് ചോദിക്കും, ഞങ്ങൾ ഇവിടുത്തെ മുസ്ലിം സുഹൃത്തുക്കളോട് ചോദിക്കും. നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് തോന്നുമ്പോൾ മൊഴി ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന കേരളത്തിൽ ആ പെൺകുട്ടികൾക്ക് വേണ്ടി കരഞ്ഞ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ നരേന്ദ്രമോദി? മുത്തലാഖ് അത് നിർത്തലാക്കിയ പ്രധാനമന്ത്രിയല്ലേ നരേന്ദ്രമോദി? ഞങ്ങൾ ചോദിക്കും, മുസ്ലിം ജനസാമാന്യം വരെ ഭാരതീയ ജനതാ പാർട്ടിയെ നെഞ്ചേറ്റും സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല. ഈ കേരളത്തിൽ വരാൻ പോകുന്ന നാളുകളിൽ ആ മൂവ്മെന്റിന്, ആ ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ടാണ് 250ഓളം വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങളാണ് ഇന്ന് ഇവിടെ ഈ പ്രദേശത്തേക്ക് വന്നിട്ടുള്ളത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആ മൂവ്മെന്റിന് നിങ്ങൾ ഒരു പക്ഷേ സാഹചര്യം ഒരുക്കി നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്ന് കരുതുന്നു. പക്ഷെ നിങ്ങൾ അപ്പൊ ചിന്തിച്ചു ബിജെപി വേണമോ വേണ്ടയോ എന്ന് നിങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷാണ്. ഇതിനു മുൻപ് ഇത്ര, അതായത് മുഖ്യമന്ത്രിയെ കാണുമ്പോ ഭയം കൊണ്ട് ശരീരമാസകലം വിറയ്ക്കുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇന്നത്തോളം ഉണ്ടായിട്ടില്ല ഗോവിന്ദ മാഷെ പോലെ. അതുകൊണ്ടാണ് ഈ പാർട്ടിയുടെ നാരായ വേരുകൾ പോലും ഞെരിഞ്ഞമർന്നുകൊണ്ട് ആളുകൾ ഇത് വിട്ട് പുറത്തേക്ക് വരുന്നത്. നേരത്തെ പ്രസിഡന്റ് പറഞ്ഞല്ലോ, ഇവിടത്തെ വയോവൃദ്ധനായിട്ടുള്ള അല്ലെങ്കിൽ വയോധികനായിട്ടുള്ള, നന്നായി എഴുതാനും വായിക്കാനും അറിയുന്ന, കമ്മ്യൂണിസത്തിന്റെ ബാലപാഠങ്ങൾ അറിയുന്ന, ഇവിടെ പട്ടിണി ജാഥ നയിച്ച AK ഗോപാലന്റെ സ്വപ്നങ്ങളെ സാർത്ഥകമാക്കാൻ വേണ്ടി ആലപ്പുഴയിൽ പ്രവർത്തിച്ച ആ സുധാകരൻ സാറിനെ എന്താ പറഞ്ഞത്? ആലപ്പുഴയിൽ വന്നിട്ട് പറഞ്ഞു കളവറക്കാൻ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. കളവറക്കാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞപ്പോ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഈ ആലപ്പുഴയിലെ വരാനിരിക്കുന്ന സഖാക്കളോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഒരു കളയും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗോവിന്ദൻ മാഷും പറക്കില്ല. ഞങ്ങളുടെ ചങ്കിൽ ചോര ഒഴുകുന്നിടത്തോളം എന്ന് വാക്ക് നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ഈ കേരളത്തിലെ ആലപ്പുഴയിലെ നല്ലവരായിട്ടുള്ള സഖാക്കന്മാരുടെ മുന്നിൽ നിൽക്കുന്നത്. ഞങ്ങളെ തൊട്ടിട്ട് നിങ്ങളെ തൊടൂ. ആ ആർജവം ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കുണ്ട് എന്ന് പറയാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. കേരളത്തിൽ ഒരു കാലഘട്ടത്തില് തീവ്ര ചിന്താഗതിയുള്ള കമ്മ്യൂണിസ്റ്റുകാരനുണ്ടായിരുന്നു. നിങ്ങൾക്കറിയുമായിരിക്കും സിവിക് ചന്ദ്രൻ. ആ സിവിക് ചന്ദ്രൻ വലതുപക്ഷ ചിന്തയിലേക്ക് മാറി. തീവ്ര ചിന്താഗതിയുള്ള ഫിലിപ്പൻ പ്രസാദ് ഉണ്ടായിരുന്നു. ആ ഫിലിപ്പൻ പ്രസാദിനെ പിന്നീട് എവിടെയും നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കാനോ ജയ് വിളിക്കാനോ ഒന്നും അദ്ദേഹത്തെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇന്ദുചൂടനെ പോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. കൈതാരപ്പായയിലെ പണം പൊതിഞ്ഞ കഥ പറഞ്ഞ ദേശാഭിമാനിയിലെ ശക്തിധരനെ പോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഈ പാർട്ടിയെ വളർത്താൻ വേണ്ടിയിട്ടാണ് ശക്തിധരനെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് പോയത്. അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് സാറിനെ പോലെയുള്ള ആളുകൾ, കമ്മ്യൂണിസ്റ്റ് താത്വികന്മാര്, അവര് പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ആദ്യകാല കമ്മ്യൂണിസ്റ്റുകളുടെ മേന്മ അത് പറയാൻ ഇന്ന് സാധിക്കാത്ത രീതിയിൽ AKG പട്ടിണി ജാഥ നയിച്ചെങ്കിൽ പിണറായി വിജയൻ ഗോൾഡ് സ്മഗ്ലിംഗ് ജാഥയാണ് ഈ കേരളത്തിന്റെ മണ്ണിന് നടത്തിയതായി എന്നറിയാത്തവർ ആരാണ് ഈ കേരളത്തിന്റെ മണ്ണിലുള്ളത്? അതുകൊണ്ടാണ് ഇന്ന് വന്ന സഖാക്കന്മാര് മാത്രമല്ല, നിങ്ങളെല്ലാം ഇപ്പൊ താമരയായി കഴിഞ്ഞു. നിങ്ങളുടെ വീടിനകത്തുള്ള കുട്ടി തീരുമാനിച്ചിട്ടുണ്ട് ഉപ്പയും ഉമ്മയും BJPയിൽ ചേരാൻ പോരുമ്പോ
ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്, ഉപ്പ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല നരേന്ദ്രമോദി അപ്പൂപ്പനാണ് IIT-കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. ആ നരേന്ദ്രമോദിയാണ് ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. ആ നരേന്ദ്രമോദിയാണ് രാജ്യവ്യാപകമായി ഹൈടെക് സ്കൂളുകൾ ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ ഐശ്വറിന് 1000 കോടി രൂപയോളം കൊടുത്തത് ആ മോദി മാമനാണ്. പാലക്കാട് IIT കൊടുത്തത് ആ മോദി മാമനാണ്. വരാൻ പോകുന്ന നാടുകളിൽ കേരളത്തിൽ എയിംസ് കൊടുക്കാൻ പോകുന്നത് 300-ലധികം പദ്ധതികൾ. അമ്മയുടെ മുഖമൊന്ന് വാടാതിരിക്കാൻ മാതൃവന്ദനം പദ്ധതി, ചെറുപ്പക്കാരിയായിട്ടുള്ള ഗർഭിണിയായ സഹോദരിയുടെ മുഖം വാടാതിരിക്കാൻ ആ സഹോദരിക്ക് വേണ്ടി ഇന്ദ്രധനുഷ് പദ്ധതി, ജനിച്ചു വീണ പെൺകുഞ്ഞിനെ കയ്യിൽ എനിക്ക് നിങ്ങൾ തരൂ എന്ന് പറഞ്ഞുകൊണ്ട് 500 രൂപ നിങ്ങൾ പെൺകുട്ടിയുടെ പേരിലിട്ടാൽ 500 രൂപ മോദി അപ്പൂപ്പൻ പോസ്റ്റ് ചെയ്യുന്നു ആ പദ്ധതിയിൽ. സുകന്യാ സമൃദ്ധി പദ്ധതി, ഇന്ദ്രധനുഷും സുകന്യാ സമൃദ്ധിയും മാതൃവന്ദനം പദ്ധതിയും ഉൾപ്പെടെ 5 ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉൾപ്പെടെ എല്ലാവർക്കും വീട് കൊടുക്കാനുള്ള ഇവിടത്തെ ഏറ്റവും വലിയ വലിയ പദ്ധതികൾ ഉൾപ്പെടെ ഇഴഞ്ഞു നീങ്ങുന്നു ഒച്ചുപോലെ. എന്തുകൊണ്ടാണ് കാരണം? നിയമസഭയ്ക്കകത്ത് ഞങ്ങൾ BJP-യുടെ പ്രവർത്തകന്മാർ, ഞാനില്ലെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ പറയും ഇനി ഞാനകത്ത് പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന്. ഇവിടെ ഇരിക്കുന്നവരിൽ 1/2 ഡസൻ ആളുകൾ കേരള നിയമസഭയ്ക്കകത്ത് പോയിരുന്നുവെങ്കിൽ ഞങ്ങൾ ചോദിക്കുമായിരുന്നു, ഇന്ന് നരേന്ദ്രമോദിജി കൊടുത്ത റോഡിന്റെയും പാലത്തിന്റെയും വീടുകളുടെയും 300 പദ്ധതികൾക്ക് വേണ്ടി കൊടുത്ത കോടി രൂപയുടെയും കണക്ക് അവിടെ എണീറ്റ് നിന്നുകൊണ്ട് ഞങ്ങൾ ചോദിക്കുമായിരുന്നു. പ്രതിഭ MLA-ക്ക് കരയേണ്ടി വരില്ലായിരുന്നു കായംകുളത്തിന്റെ മണ്ണിൽ. 1/2 ഡസൻ BJP-ക്കാർ മതിയായിരുന്നു കേരള നിയമസഭയ്ക്കകത്ത്. എന്താണെന്നറിയുമോ? ലഹരി മാഫിയ ഈ കേരളത്തെ വിഴുങ്ങുന്നുവെന്നും അതിന് ലഹരി മാഫിയയെ സഹായിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില തലവട്ടപ്പന്മാർ പ്രവർത്തിക്കുന്നുവെന്നും ഞങ്ങൾ പ്രസംഗിച്ചപ്പോ, ഞങ്ങൾ പറഞ്ഞപ്പോ, ഞങ്ങളെ കളിയാക്കി ചിരിച്ചവരുടെ മുന്നിൽ പ്രതിഭ MLA-യെ കുറിച്ച് ഒരക്ഷരം പോലും ഞാൻ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയില്ല. എന്താണെന്നറിയുമോ? ഞാനൊരു അമ്മയാണ്, ഞാനൊരു സഹോദരിയാണ്, എനിക്കും 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോ നേരത്തെ പറഞ്ഞില്ലേ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞ ആ സജി ചെറിയാൻ പറയുകയാണ്, ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ്, പക്ഷെ പ്രതിഭയുടെ മകൻ 2 പഫല്ലേ വലിച്ചുള്ളൂ എന്ന് ചോദിക്കാൻ നാണമുണ്ടോ ഈ സജി ചെറിയാണ്? നിങ്ങളാണോ സാംസ്കാരിക വകുപ്പ് മന്ത്രി? നിങ്ങൾക്ക് വേണ്ടിയാണോ നിങ്ങളുടെ പ്രവർത്തകന്മാർ ജയവിളിക്കുന്നത് ചെങ്ങന്നൂരില്? നാണക്കേടാണ്. ഈ മനുഷ്യൻ ഭരണഘടനയെ വെല്ലുവിളിച്ചു, ഈ മനുഷ്യൻ ലഹരി കടത്തിന് അനുകൂലിക്കുന്നു. ഇതാണോ ഒരു മന്ത്രിയുടെ നിലവാരം? പ്രതിഭ പറഞ്ഞു, ഞങ്ങൾക്കറിയാം ആ അമ്മയുടെ ഉള്ളു നീറിയിട്ടുണ്ട്, പുകഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സ്ത്രീയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഒളിഞ്ഞിരിക്കുന്ന കൂരമ്പുകളെ ഇതുകൊണ്ട് ആ സ്ത്രീയെ വേദനിപ്പിച്ചപ്പോ പ്രതിഭയുടെ മകൻ തൊട്ടടുത്ത നാട്ടിൽ പോയിട്ട് ഇങ്ങനെ ഒരു കേസിൽ പെട്ടാൽ ആരാണ് ഉത്തരവാദി? പ്രതിഭയാണോ? മക്കളുടെ പിറകെ നടക്കലാണോ അമ്മമാരുടെ പണി? 24 മണിക്കൂറും ഒരമ്മയ്ക്ക് മകന്റെ പിറകിൽ നടക്കാൻ സാധിക്കുമോ? 24 മണിക്കൂറും ഒരു കുടുംബനാഥന് കുട്ടിയുടെ പിറകെ നടക്കാൻ സാധിക്കുമോ? 7 വയസ്സും 8 വയസ്സുമുള്ള കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ക്ലാസ് മുറിയുടെ മുന്നിൽ ആരാണ് ഈ ലഹരി എത്തിച്ചു കൊടുക്കുന്നത്? ആരാണ് ഈ ലഹരി മരുന്നിന്റെ കരിയർമാർ? കണ്ടുപിടിക്കണ്ടേ? ചോദ്യം ചെയ്യാൻ കേരള നിയമസഭയിൽ ഈ ലഹരി കടത്തിനെതിരെ എന്തെങ്കിലും ഒരക്ഷരം ഉരിയാടാൻ ഏതെങ്കിലും നാട്ടിലുള്ള ഒരാളൊരുത്തൻ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ഇതുവരെ എണീറ്റു നിന്നിട്ടുണ്ടോ? ചോദ്യം ചെയ്തിട്ടുണ്ടോ? പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ എത്രയോ കാലമായി ഈ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏതെങ്കിലും ഞങ്ങളുടെ അച്ഛൻ ഇന്നാളായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വന്നതല്ല. നിങ്ങൾക്ക് BJP-യിലെ ഏതൊരു ലീഡറെയും പരിശോധിച്ചു നോക്കാം. കേരള BJP ഘടകത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്ന ഏതൊരു ലീഡറെയും നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കാം. കട്ടപ്പെട്ട് കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ച് കപ്പ പുഴുങ്ങി കഴിച്ച് ദാരിദ്ര്യം അനുഭവിച്ച് പതിറ്റാണ്ടുകൾ ഈ പാർട്ടിയിൽ തോറ്റിട്ടും വീണ്ടും ഈ പ്രസ്ഥാനത്തിന്റെ കുങ്കുമഹരിത പതാകയെ ഉയർത്തിപ്പിടിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് അനുസ്യൂതം മുന്നോട്ട് പോകും. അത് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് മാത്രം സൂചന നൽകാൻ ഈ വൈകിയ വേളയിൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ
മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എത്രയോ നാൾ പ്രവർത്തിച്ച് ഈ നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വന്ന എന്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകണം. ആ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റും MLA-യും MP-യും മന്ത്രിമാരും വേണം. നിങ്ങൾ കരുതരുത് അങ്ങനെ നമുക്കെല്ലാം ഉണ്ടാകുമ്പോൾ അഹങ്കാരത്തോടുകൂടി ഞങ്ങൾ പ്രതികരിക്കുമോ പ്രവർത്തിക്കുമോ? ഇല്ല. കാരണം എന്താണ്? പിണറായി വിജയൻ അല്ല ഭാരതീയ ജനതാ പാർട്ടിക്കാരുടെ കാരണവർ. ഞങ്ങളുടെ കാരണവർ ശ്രീമാൻ നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദി പറയുകയാണ്, ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നിർമ്മാണ സമിതി യോഗത്തിൽ പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കാവൽക്കാരനാണ്, ഞാൻ സേവകനാണ്. ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് സേവകനെ പോലെ, കാവൽക്കാരെ പോലെ ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ്. ഞാൻ നിങ്ങളുടെ എല്ലാം മുന്നിൽ പറഞ്ഞിരുന്നു, ആലപ്പുഴയ്ക്ക് ഒരു ജോലിക്കാരിയെ വേണമെങ്കിൽ 24 മണിക്കൂർ സമയം പ്രവർത്തിക്കുന്ന ഒരു ജോലിക്കാരിയെ ആലപ്പുഴയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുത്താൽ നിങ്ങളുടെ ജോലിക്കാരിയായി ഞാൻ ഡൽഹിയിൽ ചെന്ന് നിങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അത് ജനങ്ങളോട് പറയുകയും ചെയ്യുമെന്നാണ് ഞാൻ യാചിച്ചത്, ഞാൻ അപേക്ഷിച്ചത്. പക്ഷെ ആലപ്പുഴയ്ക്ക് അവർക്ക് തോന്നി, സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ ആലപ്പുഴക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശക്തിയുള്ള, പ്രാഗൽഭ്യമുള്ള ആലപ്പുഴയിലെ കായംകുളത്ത് പാവപ്പെട്ടവർ റോഡിന്റെ അടിപ്പാതയ്ക്ക് വേണ്ടി, റോഡിന്റെ നവീകരണത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന മനുഷ്യൻ, ഞങ്ങളുടെ കേന്ദ്രമന്ത്രി, ഒന്ന് അടുത്തു പോയിരുന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ച് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് മുൻ MP പറഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ കിട്ടേണ്ടിയിരുന്ന വികസന പ്രവർത്തനങ്ങൾ അത്രയും ഇല്ലാതാക്കിയതിനു ശേഷം ഇവിടെ കായംകുളത്തെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് യോഗം ചേർന്ന് സമരം നടത്തി. നിങ്ങൾ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ആ വകുപ്പ് മന്ത്രിക്കെതിരെ സമരം നടത്താൻ തൃശ്ശൂരിൽ നിന്ന് സുധീരൻ ചേട്ടൻ വരെ ആലപ്പുഴയിലെത്തിയല്ലേ? അങ്ങനെയെല്ലാം നിങ്ങൾ സമരം നടത്തുമ്പോ നിങ്ങളുടെ ഈ മഹാൻ വേണുഗോപാല് അവിടെ പ്രതിപക്ഷത്തിന്റെ വലിയ ലീഡറായിട്ട് ഉണ്ടായിരുന്നുവല്ലോ. ഇപ്പോഴല്ലേ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ വന്നത്? അതിനു മുൻപ് ഒന്ന് പോയിട്ട് ഈ കാര്യം ഇവിടത്തെ കലക്ടറുമായിട്ട് ചർച്ച ചെയ്തല്ലേ? കലക്ടറുടെ മിനിസ്റ്റർ ബുക്ക് അവിടെ, ഇവിടത്തെ പ്രതിഭ MLA ഒപ്പിട്ട, പാർലമെന്റേറിയൻ ഒപ്പിട്ട, കളക്ടർ ഒപ്പിട്ട മിനിസ്റ്റർ ബുക്കിലെ 2 പേജ് കാണുന്നില്ല. എങ്ങനെയാണ് ഈ റോഡിന്റെ ദേശീയ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് റോഡ് വിഭാവനം ചെയ്യുമ്പോ വിയോജനക്കുറിപ്പുള്ളവർ മുഴുവൻ വിയോജനക്കുറിപ്പ് എഴുതണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഞാൻ വീണ്ടും പുതിയ കലക്ടറെ കാണാൻ പോയി. അദ്ദേഹം പറഞ്ഞു, ആ സാധനം പഴയതാണ്, ഞാൻ അതിന് നിരപരാധിയാണ്. അപ്പൊ എവിടെ പേജുകൾ? 3 പേജുകൾ കാണുന്നില്ലെങ്കിൽ അതിന്റെ കാരണം ആലപ്പുഴയിലെ ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കണം, ചിന്തിക്കണം. വേണുഗോപാൽ പ്രതിപക്ഷത്തിന്റെ വലിയ ലീഡർ വിചാരിച്ചിരുന്നുവെങ്കിൽ എല്ലാ റോഡുകൾക്കും അടിപ്പാത കിട്ടുമായിരുന്നു. വിചാരിച്ചില്ല. നിങ്ങൾ രാഷ്ട്രീയമാണ് കളിക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ രാഷ്ട്രീയം കളിക്കുന്നില്ല. കായംകുളത്ത് ആളുകൾ വന്നാലും സംസ്ഥാന അധ്യക്ഷൻ കാണുന്നുണ്ട്, പാതിരപ്പള്ളിയിൽ നിന്ന് ആള് പോയാലും സംസ്ഥാന അധ്യക്ഷൻ കാണുന്നുണ്ട്. ഈ ആലപ്പുഴ മാത്രമല്ല, കേരളത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ നിവേദനങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വാങ്ങുന്നുണ്ട്. അത് എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുന്നുണ്ട്. എന്നാൽ MP-യുടെ പണിയെടുക്കാൻ അതിന് പാർലമെന്റിനകത്ത് പോയാലേ പറ്റൂ. അപ്പൊ MP-യുടെ പണിയെടുക്കാൻ പാർലമെന്റിനകത്ത് പോകാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ പല ആളുകളും യാചിച്ചപ്പോ സമയമായിട്ടില്ല എന്നാണ് ആലപ്പുഴയിലെയും കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലെയും ആളുകൾ ചിന്തിച്ചത്. ഇന്ന് അവർക്ക് വേദനയുണ്ട്. ഇന്ന് ആ വേദന അവരുടെ മനസ്സിനകത്തുണ്ട്. ആ വേദന അവർ തിരുത്തും. വരാൻ പോകുന്ന നാടുകളിൽ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ശാശ്വതമായി നിലനിൽക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ സമൂഹത്തെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള പദ്ധതിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് വാക്ക് നൽകിക്കൊണ്ട് ഇത്രയും 250-ലധികം വരുന്ന ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് 3,04,000 ആളുകൾ ഏതൊക്കെ വീടുകളിലാണ് ഇരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിലും പരിശോധിക്കുന്നുണ്ട്. ആരൊക്കെയാണ് താമരയിൽ വോട്ട് ചെയ്ത ആളുകളെന്ന്. വോട്ട് ചെയ്യാത്തവരെയും നമ്മൾ നമ്മുടെ മുഖ്യധാരയിലേക്ക് ഹൃദയം കൊണ്ട് സ്വീകരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന നാളുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ന്യൂ ഇയർ ആണ്, ഇത് 2025 തുടക്കമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ശാശ്വതമായിട്ടുള്ള സമ്പൽ സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ള മറ്റു കാര്യങ്ങൾ പിന്നീട് ഒരു അവസരത്തിൽ പറയാം എന്ന് പറഞ്ഞ് എന്നെ കേട്ടതിനും അതുപോലെ തന്നെ ഇവിടെ
സ്നേഹിച്ചതിനുമൊക്കെ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. നമ്മുടെ ഈ സ്വീകരണത്തിന് മുമ്പ് നമ്മുടെ ഈ കേക്ക് മുറിച്ചതിന് ശേഷം നമ്മള് മെമ്പർമാരാക്കുന്നവരുടെ പേരുകൾ വിളിക്കുന്നതാണ്. അവര് ഈ അവസരത്തിൽ ഇങ്ങനെ കയറി വന്ന് ഷാൾ ഇട്ടതിന് ശേഷം ആരും പോകരുത്. ഒരുമിച്ച് നിന്നൊരു ഫോട്ടോ എടുത്തതിന് ശേഷം മാത്രമേ പോകുവാൻ. എന്നാൽ നമ്മുടെ പുതിയ ദേശീയതയിലേക്ക് ചേരുന്ന കമ്പനിയോടൊപ്പം നമ്മുടെ ബിപിൻ സി ബാബുവിന്റെ ജന്മദിനം കൂടെയാണ്. ജയ് ജയ് ബിജെപി. പേരുവിളി ഹലോ, ഇവിടെ നമ്മൾ ഇന്ന് ഈ കേക്ക് മുറിച്ചത് പ്രിയപ്പെട്ട ബിപിൻ സി ബാബു CPM-ൽ നിന്ന് രാജിവെച്ച് BJP വന്നപ്പോ അവിടുത്തെ CPM-ന്റെ നേതാക്കന്മാർ അവിടെ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ഇന്ന് അതിന് മറുപടി കൊടുത്തു തന്നെ പ്രിയപ്പെട്ട സുരേന്ദ്രനോട് സൂചിപ്പിച്ചു. അതിന് മറുപടി കൊടുത്തുകൊണ്ട് തന്നെയാണ് 218 പേർ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചപ്പോ നമ്മളിവിടെ ബിപിൻ സി ബാബുവിന്റെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ച് നമ്മൾ ആഘോഷിക്കുകയാണ്. അതാണ് ഈ കേക്കിന്റെ പ്രാധാന്യം. പാർട്ടിയിലേക്ക് വന്ന എല്ലാ പ്രവർത്തകന്മാരും പേര് വിളിക്കുന്നവര് പെട്ടെന്ന് വേദിയിലേക്ക് വരേണ്ടതാണ്. ആദ്യമായിട്ട് ശ്രീമാൻ സക്കീർ ഹുസൈൻ, അടുത്ത താജുദ്ദീൻ മേട്ടുതല പഠിച്ചതിൽ, നൂർജി മേട്ടുതല പഠിച്ചതിൽ, തൗഫീഖ് മേട്ടുതല പഠിച്ചതിൽ, നൂറുദ്ദീൻ നൂറാട്ട് പുത്തൻ വീട്, സുബാന നൂറാട്ട്, കമറുന്നിസ കല്ലുപുരക്കൽ, സക്കീർ ഹുസൈൻ വഞ്ചിയൂർ, രമി വഞ്ചിയൂർ, സമീർ DYFI, അതുപോലെ പത്തിയൂർ പഞ്ചായത്തിൽ നിന്ന് സുഭാഷ് അരുവന്നൂർ കുറ്റയിൽ, അജയൻ ഗണപതി വിളക്കതിൽ, രമണൻ കൊച്ചുവീട്ടിൽ, സുഭാഷ് ഭവനം, രവ അരുവന്നൂർ കുറ്റയിൽ, തങ്കമ്മ സൂര്യോദയം, ശ്രീകല സൂര്യോദയം, കലാദേവി JR ഭവനം, ഹരികുമാർ വലയത്തക്കതിൽ, മിനി മലയത്തക്കതിൽ, ജെയ്സി മലയത്തക്കതിൽ, ശോഭന ഗിരീഷ് ഭവനം, സദാശിവപിള്ള, ഗോപാലകൃഷ്ണൻ, ഉണ്ണി, മേരി, തമ്പാൻ, ആശാ ഹരിദാസ്. ഇത് പത്തിയൂർ പടിഞ്ഞാറ് 113 വാർഡിൽ നിന്ന്. അതുപോലെ ഗാല്യ ഗോകുലം, നന്ദിയ ഗോകുലം, പ്രശാന്ത് ഭവനം, അനിൽകുമാർ കളക്കാട്ട്, പത്തിയൂർക്കാട് ശരത്ത് പ്ലാവോലിൽ, സിറിൽ. ജയ് ജയ് ബിജെപി. ജയ് ജയ് ബിജെപി. ജയ് ജയ് ഭാരത് മാതാ. സ്വാഗതം സുസ്വാഗതം. സ്വാഗതം സുസ്വാഗതം. ബിജെപിയിലേക്ക് സ്വാഗതം. ജയ് ജയ് ബിജെപി. ജയ് ജയ് ഭാരത് മാതാ. ജയ് ജയ് ബിജെപി. ജയ് ജയ് ഭാരത് മാതാ. രമാദേവൻ തിരുവട്ടാന്തരയിൽ, രാധ. ജയ് ജയ് ബിജെപി. ജയ് ജയ് ബിജെപി. ജയ് ജയ് ഭാരത് മാതാ. ജയ് ജയ് ബിജെപി. ജയ് ജയ് ഭാരത്
അനീഷ് ഭവനം, ശശിധരൻ മൂപ്പന്തര, രാജു വയലിൽ, രതീഷ് കുന്നേത്തറ പടിപ്പതിൽ, വിജയമ്മ ചേക്കോട്ടുകടം, അയ്യപ്പൻ മുണ്ടകത്തറയിൽ, ലത മുണ്ടകത്തറയിൽ, വിമൽ മുതലക്കുഴി, സേതുലക്ഷ്മി മുതലക്കുഴി, ലളിത കടക്കക്കാവ്, മണിയമ്മ പുതിയ വീട്ടിൽ, പുഷ്പ കൊച്ചുവീട്ടിൽ, കൊച്ചാമ്പൂട്ടിൽ, മണി കടക്കക്കാവ്, ഇളയമ്മ കളപ്പുറപ്പെടുത്തി. ഷാളിട്ടവരാരും പോകരുത്, ഒന്നിച്ച് ഫോട്ടോ എടുക്കണം. ഓമന ഭാവന നിവാസ്, ദൃശ്യമുണ്ണി, സരസ്വതി ഭവനം, സരസ്വതി ദേവി, സരസ്വതി ഭവനം, ലത തുണ്ടി, രമ്യ ചീനപ്പറമ്പിൽ, സുമേഷ് നിർമാല്യം, ശംഭു മടത്തിത്തറയിൽ, ബി എൻ തങ്കച്ചൻ, തുഷാർ ഭവനം, വിജയൻ പിള്ള, വലിയ ചേലക്കാട്ട്, വിനോദ് പുതിയ വീട്ടിത്തക്കതിൽ, വിനോദ് തോപ്പിത്തക്കതിൽ, വിഷ്ണു പണിയെടുത്ത, രാധാകൃഷ്ണ കൃഷ്ണവിലാസം, ബാബു സുഭാഷ് ഭവനം, സുജിത്ത് പട്ടാളം, വിനോദ് പണിക്കല്ലേത്ത്, ധനവാനും മാവാനും കിഴക്കതിൽ, ഉഷാകുമാരി കോട്ടൂർ പണിയിട്ടതിൽ, റോയിമോൻ കോട്ടൂർ പണിയിട്ടതിൽ, സജയൻ കുമ്മമ്പഴത്തക്കതിൽ, അനോപ അനൂപ് ഭവനം, കൃഷ്ണകുമാർ വാഴശ്ശേരി, ബിനുകുമാർ തെങ്ങുപ്പള്ളി, പ്രദീപ് മുരുകാലം, ഉല്ലാസകൻ ക്ഷീരാഭവനം, ഹരികുമാർ വാഴത്തക്കതിൽ, മിനിഹരി കൊച്ചുതലയിൽ, അനുജ ആരതി, ശശികുമാർ പണിക്കശ്ശേരി, കാർത്തിക ഉണ്ണി ആലമുട്ടിത്തറയിൽ, സരസ്വതി ആലമുട്ടിത്തറയിൽ, ജെയ്സി കൊച്ചുതറയിൽ, മഹേന്ദ്രൻ തോപ്പിത്തറയിൽ, സോനു മണപ്പുറത്ത, ടൗൺ നോർത്തിലെ പ്രകാശ് സി പി പത്മജോയി, കെ രാജപ്പൻ ഉണ്ണശ്ശേരി, സാജൻ കുമാർ ഉണ്ണശ്ശേരി പുതുവൽ, പി ജെ ബാബുലാൽ, വിഷ്ണു വിഹാർ, നീതു പ്രേംജി പി കണ്ണേൽക്കരയിൽ, സാഹിദ് കുട്ടിവേത്ത്, ഷാരിട്ടവരാരും പോകരുത്. ടൗൺ സൗത്തിലെ സിന്ധു, ഇന്ദിര, രവി, രഘു, വിജയൻ, രമേശൻ, പ്രസാദ്, സജു, കുമാരദാസമുള്ള മംഗലാക്ഷൻ, മുത്തമൻ, വിജയപിള്ള, ഗോപാലകൃഷ്ണൻ, ജനാർദ്ദനൻ, രാമചന്ദ്രൻ, രാജേഷ്, ഭാമ, ശരണ്യ, സരോജിനി, ദീപ, സുധാ, സുഭാഷ്, സന്തോഷ്, നിഖിൽ, സന്ധ്യ. വേഗം വരൂ. സജിമോൻ, മനോജ്, രാജൻ, കണ്ടല്ലൂർ പഞ്ചായത്ത്. ആരും പോകരുത്, പോകും. കണ്ടല്ലൂർ ചന്ദ്രനാല്, ഗോപി, പ്രസന്നകുമാര്, കൃഷ്ണകുമാർ, നടരാജൻ, സജിത് സദാനന്ദൻ, ഷേണായി, ബിജുകുമാർ, വേണു, സുനിൽകുമാർ, സുരേഷ്, സത്യൻ, വിജയൻ, അക്ഷയ, കണ്ടല്ലൂർ 119 ബൂത്തില്. പേര് വിളിച്ചത് ആരും പോകരുത്. ഉണ്ടോ? പേര് വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പേര് വിളിക്കാത്തവരുണ്ടോ? പേര് പറഞ്ഞിട്ടുണ്ടോ? എല്ലാരും ഇവിടേക്ക് ആരെങ്കിലും ഷാള് കെമിസ്ട്രി, ആരക്കാർ
ഷാളിന്റെ പ്രവർത്തകന്മാരാണെങ്കിൽ പുറത്തേക്ക് പോകരുത്. എല്ലാവരും ഫ്രണ്ട് വരും, ഫോട്ടോ എടുക്കാം. നമ്മുടെ പുതുപ്പള്ളിയിൽ പാർട്ടിയിലേക്ക് പുതിയതായിട്ട് ചേർന്ന എല്ലാവരും ഇവിടെ വന്നിട്ട് കുറച്ച് പുറമോട്ട് ഇറങ്ങിയിട്ട് തിരിഞ്ഞിരിക്കണം. ഇങ്ങോട്ട് സ്റ്റേജിലോട്ട് തിരിഞ്ഞിരിക്കണം. സുരേന്ദ്രൻ ഇവിടെ ഇറങ്ങും. നിങ്ങൾ കുറച്ചുകൂടെ പുറമോട്ട് ഇറങ്ങും. മുന്നോട്ട് പോകണം. മുന്നോട്ട് പോയിട്ട് തിരിഞ്ഞിരിക്കും. ഇങ്ങോട്ട് തിരിഞ്ഞു. എല്ലാവരും ഇങ്ങോട്ട് തിരിഞ്ഞു. അങ്ങോട്ട് കയറിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം. എല്ലാവരും സുരേന്ദ്രൻ ഇവിടെ അറിയിക്കും. എല്ലാവരും ഇങ്ങോട്ട് അറിയിക്കും. എല്ലാവരും ഇവിടേക്ക്. എല്ലാവരും താഴെ പോട്ടെ. എല്ലാവരും താഴെ. ആ മാലയുടെ ബിവിഞ്ചേരി ഇവിടെ വേണം. എല്ലാവരും ഇവിടെ. നിങ്ങൾ മേളിൽ പോവാ. നിങ്ങളെല്ലാം സ്റ്റേജിൽ പോവാ. ക്യാമറ എല്ലാം സ്റ്റേജിൽ. എല്ലാം ശരിയാവും. ഇപ്പൊ ശരിയാക്കി തരാം. ഇവിടുന്ന് മാറിക്കേ. അവിടെ മാറിയില്ല. എല്ലാവരും സ്റ്റേജിൽ ഇറങ്ങിക്കും. എല്ലാവരും സ്റ്റേജിൽ ഇറങ്ങണം. എല്ലാവരും അടുത്തിക്കണം. മുഴുവൻ പേരും അടുത്തിക്കണം. എല്ലാവരും ഷാളിടണം. ഷാളിട്ട് ഭംഗിയായിട്ട് നിൽക്കണം. കുറച്ച് അങ്ങോട്ട് നീക്കും. ഓക്കെ എല്ലാരും അല്ലേ മാറില്ലേ നോക്കിയോ ഇവിടെ കിട്ടത്തില്ല. ജയ് ബിജെപി. ജയ് ഭാരത് മാതാ. ജയ് ഭാരത് മാതാ. ജയ് ബിജെപി. ജയ് ബിജെപി.